Good morning, everyone. Today we are going to talk about an important topic in anatomy, introduction to the bones. So in this lecture, I will be talking about the introduction to the bones, its types, classification of the bone, and histology or the microscopic anatomy of the bone. Additionally, I will be discussing the structure of long bone with its blood supply. Okay. And the question is, what is bone? Bone is essentially a connective tissue, right? It is a highly vascular, living, constantly changing, mineralized connective tissue. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ എന്താണ് കണക്റ്റീവ് ടിഷ്യൂ? കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് ഒരു ബേസിക് ടിഷ്യൂ ആണ്. അതായത് അതിന് കോമ്പണൻസ് ഉണ്ട്. എനി കണക്റ്റീവ് ടിഷ്യൂ ഫോർ ദാറ്റ് മാറ്റർ. അതിലെന്തൊക്കെയുണ്ട്? നമുക്ക് സെൽസ് ഉണ്ട്, പിന്നെ മാട്രിക്സ്, ദറ്റ് ഈസ് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്. ഈ മാട്രിക്സിൽ വി ഹാവ് ഫൈബേഴ്സ്, പിന്നെയോ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ ഒരു കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുകയാണെങ്കിൽ അതിൽ 3 കോമ്പണൻസ് ആണ് വരുന്നത്. 3 കോമ്പണൻസ്. ഒന്നെന്താണ്? സെൽസ്, പിന്നെന്തുണ്ട്? ഫൈബേഴ്സ് ആണ്, പിന്നെന്തുണ്ട്? ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ബോണും ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്, ബ്ലഡ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്, കാർട്ടിലേജ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. മനസ്സിലായില്ലേ? പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോണും കാർട്ടിലേജും സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബാക്കി രണ്ടെണ്ണം ദേ ആർ ജനറൽ കണക്റ്റീവ് ടിഷ്യൂ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയാം, ബേസിക് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയാം. അപ്പോൾ ബോൺ ആൻഡ് കാർട്ടിലേജ് ആർ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഒന്നുമില്ല, ബോൺ എന്ന് പറഞ്ഞാൽ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ആ ബോണിൽ ബോണിൻ്റെ സെൽസ് ഉണ്ട്, ബോണിൻ്റെ അകത്ത് മാട്രിക്സ് ഉണ്ട്, ആ മാട്രിക്സിൽ നമുക്ക് ഗ്രൗണ്ട് സബ്സ്റ്റൻസും ഫൈബേഴ്സും ഉണ്ട്. അപ്പോൾ ബോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹൈലി വാസ്കുലർ, ഇറ്റ്സ് ഇസ് വെരി റിച്ച് ഇൻ ബ്ലഡ് സപ്ലൈ. പിന്നെ അതൊരു ലിവിങ് ടിഷ്യൂ ആണ്, പിന്നെയോ കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ് ആണ്, പിന്നെയോ മിനറലൈസ്ഡ് ആണ്. ഇത്രയെല്ലാം ഉള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് ബോൺ എന്ന് പറയുന്നത്. ബോൺ ഈസ് റിമാർക്കബിൾ ഫോർ ഇറ്റ്സ് ഹാർഡ്നെസ്. ബോൺ എന്താണ്? ഭയങ്കര ഹാർഡാണല്ലോ, ഹാർഡാണ്. പിന്നെയോ റെസിലിയൻ്റ് ആണ്. വാട്ട് ഈസ് റെസിലിയൻ്റ്? അതായത് നമ്മളൊരു ബോണ് പിടിച്ച് നമ്മൾ പൊളിക്കാൻ നോക്കുകയാണെങ്കിൽ പൊളിക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ ആ ഫോഴ്സ് അത്ര എളുപ്പം നമുക്ക് അതിനെ പൊളിക്കാൻ പറ്റില്ല. പിന്നെ കനോട്ട് ഫ്രാക്ചർ എ ബോൺ വെരി ഈസിലി ബിക്കോസ് ഓഫ് ഇറ്റ്സ് റെസിലിയൻസ് ആൻഡ് ഹാർഡ്നെസ്. പിന്നെയോ അതിന് നല്ല റീജനറേറ്റീവ് കപ്പാസിറ്റി ഉണ്ട്. അഥവാ ഫ്രാക്ചർ ആയി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് പെർമനൻ്റ് അല്ല. ഫ്രാക്ചർ ഇസ് നോട്ട് പെർമനൻറ്റ്. നിങ്ങൾ എത്രയോ പേര് ചെറിയ പ്രായത്തിൽ നിങ്ങളുടെ ബോൺസ് ഫ്രാക്ചർ ചെയ്തിട്ടുണ്ടാവാം. ആ ബോൺ ഇപ്പോൾ അങ്ങനെയാണ് ഉള്ളത് അല്ലല്ലോ. അത് റീജനറേറ്റ് ചെയ്ത് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് വരുന്നു. ആൻഡ് ദ ബോൺസ് ഹാവ് ക്യാരക്ടറിസ്റ്റിക് ഗ്രോത്ത് മെക്കാനിസംസ്. ഇപ്പോൾ ബോൺ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലായി. വളരെ ഹാർഡായിട്ടുള്ള, റെസിലിയൻ്റ് ആയിട്ടുള്ള, നല്ല റീജനറേറ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരു ഹൈലി ബ്ലഡ് സപ്ലൈ ഉള്ള, ലിവിങ്, കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ്, മിനറലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബോൺ. പിന്നെയോ ലൈക്ക് ഓൾ അതർ കണക്റ്റീവ് ടിഷ്യൂ, ഞാൻ പറഞ്ഞു ബോൺ മാത്രമല്ല കണക്റ്റീവ് ടിഷ്യൂ, കാർട്ടിലേജ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്, ബ്ലഡ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ ലൈക്ക് ഓൾ അതർ കണക്റ്റീവ് ടിഷ്യൂ ബോൺ കൺസിസ്റ്റ് ഓഫ് സെൽസ്. അപ്പോൾ ഏതൊരു കണക്റ്റീവ് ടിഷ്യൂ എടുക്കുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും കോമ്പണൻസ് ഉണ്ട്. ഒരു കോമ്പണൻറ്റ് എന്താണ്? സെൽസ് ആണ്. പിന്നെയോ ഇൻ്റർ സെല്ലുലാർ മാട്രിക്സ് ഉണ്ട് അല്ലേ? ആ മാട്രിക്സിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? ഓർഗാനിക്കും ഇനോർഗാനിക്കും ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഉണ്ട്. ഓക്കെ. പിന്നെയോ ബോൺ, നമ്മൾ ഏത് ടിഷ്യൂ എടുക്കുകയാണെങ്കിൽ അതിന് ന്യൂട്രീഷൻ വേണം. ന്യൂട്രീഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? ബ്ലഡ് വെസൽസ് ആണ്, ബ്ലഡ് കൂടിയാണ് ന്യൂട്രീഷൻ വരുന്നത്. അതുകൊണ്ട് അതിന് ബ്ലഡ് സപ്ലൈ ഉണ്ട്, ആർട്ടറി ഉണ്ട്, വെയിൻ ഉണ്ട്, പിന്നെയോ നെർവ്സ് ഉണ്ട്.
ഇതാണ് നെർവ്സ്. നമുക്ക് ഒരു ബോണിന് നമ്മൾ ബോണ് ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവുമല്ലോ, വേദന ഉണ്ടാവും. എന്തുകൊണ്ടാണ്? അവിടെ കുറച്ച് നെർവ്സ് ഉണ്ട്. ആ നെർവ്സ് ആ ഇൻഫർമേഷൻ കൊണ്ടുപോയി ബ്രെയിനിലേക്ക് കൊടുക്കും, ആ ഇവിടെ വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ബോണിന് ബ്ലഡ് വെസൽസ് ഉണ്ട്, നെർവ്സ് ഉണ്ട്. പിന്നെയോ ലിംഫാറ്റിക്സ് ഉണ്ട്. ലിംഫാറ്റിക്സ് എന്താണ് നമ്മൾ പിന്നീട് സംസാരിക്കുന്നതായിരിക്കും ലിംഫാറ്റിക്സിനെ പറ്റി. അപ്പോൾ ഏതൊരു ടിഷ്യൂ എടുക്കുകയാണെങ്കിൽ അതിന് ബ്ലഡ് സപ്ലൈ ഉണ്ട്, നെർവ് സപ്ലൈ ഉണ്ട്, ലിംഫാറ്റിക്സ് ഉണ്ട്. മനസ്സിലായോ? ഇപ്പോൾ ബോണിനും ബ്ലഡ് വെസൽസ് ഉണ്ട്, നെർവ്സ് ഉണ്ട്, ലിംഫാറ്റിക്സ് ഉണ്ട്. അടുത്തത് നമുക്ക് എന്താണ് ഈ ബോൺസിൻ്റെ ഫങ്ഷൻസ് എന്നുള്ളത് നോക്കാം. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ബോൺസ്? പ്രൊട്ടക്ഷൻ ഫോർ വൈറ്റൽ ഓർഗൻസ്. നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊക്കെയാണ് ഫങ്ഷൻസ്. ഒന്നാമത്തേത് പ്രൊട്ടക്ഷൻ ആണ് അല്ലേ? നമ്മൾ ഹ്യൂമൻ ബീയിങ്സിനുള്ളത് എന്താണ്? എക്സോസ്കെലറ്റൻ ആണോ എൻഡോസ്കെലറ്റൻ ആണോ? എൻഡോസ്കെലറ്റൻ ആണ് അല്ലേ? നമ്മുടെ മസിൽ, പിന്നെ സ്കിന്ന്, കണക്റ്റീവ് ടിഷ്യൂ ഇതൊക്കെ ഉള്ളത് ബോണിൻ്റെ പുറത്താണ്. അപ്പോൾ ബോൺ അകത്താണുള്ളത്, എൻഡോസ്കെലറ്റൻ ആണ്. നമ്മളൊരു ടോർട്ടോയ്സ് എങ്ങനെയാണ്? ഇതിന് എക്സോസ്കെലറ്റൻ ആണ്. ഇൻസെക്ട്സിന് എക്സോസ്കെലറ്റൻ ആണ്. അപ്പോൾ ഹ്യൂമൻസിന് എൻഡോസ്കെലറ്റൻ ആണ്. എൻഡോസ്കെലറ്റൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കാണുന്നതാണ്, ഇത് thoracic cavity. What is inside the thoracic cavity? You have the lungs and the heart. അപ്പോൾ ഈ ലങ്സിനും ഹാർട്ടിനും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ഒരു ഫങ്ഷൻ എന്താണ്? പ്രൊട്ടക്ഷൻ ഫോർ വൈറ്റൽ ഓർഗൻസ്. അതേപോലെ ബ്രെയിൻ തലച്ചോർ എവിടെയാണുള്ളത്? സ്കൾ ബോണിൻ്റെ അകത്താണ്. അപ്പോൾ ഈ സ്കൾ ബോൺ ഈസ് ഗിവിംഗ് പ്രൊട്ടക്ഷൻ ടു ദ ബ്രെയിൻ. മനസ്സിലാവുന്നല്ലോ? അടുത്ത് നോക്കാം. അതെന്ത് ചെയ്യുന്നു? റിജിഡ് സപ്പോർട്ടിംഗ് ഫ്രെയിം വർക്ക് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിക്ക് ഒരു ഷേപ്പ് കൊടുക്കുന്നു. നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കി, നമ്മൾക്ക് ബോൺ ഇല്ല എങ്കിൽ നമ്മൾക്കൊരു ഷേപ്പ് ഉണ്ടാവുമോ? ഇല്ല. we will not be having any particular shape. അല്ലേ? we will be like blob without any bone. we will be like mass of tissue. അപ്പോൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, ഒരു സപ്പോർട്ടിംഗ് ഫ്രെയിം വർക്ക് കൊടുക്കുന്നു നമ്മുടെ ശരീരത്തിൽ. പിന്നെയോ serves as lever for muscles. നമ്മുടെ മസിൽസ് ഉണ്ടല്ലോ, ഈ മസിൽസ് ഒക്കെ എവിടെയാണ് അറ്റാച്ച് ആയിട്ടുള്ളത്? all the muscles have their attachments to the bones. So the bones have, or they serve as levers for the attachment of the muscles. So the muscles are attached to the bones. പിന്നെയോ ഈ ബോണ്ട് ആകട്ടെ, if you take a section of the bone, what you see inside there is a cavity that's known as the marrow cavity. ഈ marrow cavityയിലാണ് നമ്മുടെ ബ്ലഡ് സെൽസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് സെൽസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താണ് നമ്മുടെ ഫാക്ടറിയാണ് ബോൺ മാരോ എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം നമുക്ക്. ഓക്കെ, സോ ഇറ്റ് കണ്ടെയ്ൻ മാരോ കാവിറ്റി, ദാറ്റ് ഈസ് എ ഫാക്ടറി ഫോർ ദി ഫോർമേഷൻ ഓഫ് ദി ബ്ലഡ് സെൽസ്. ഇതൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് ദി ബോൺസ്. ഇതെല്ലാം ഒത്തിരിയുണ്ട്. ഇത് മെയിൻ ഫങ്ഷൻസ് ഓഫ് ദി bones. Protection കൊടുക്കുന്നു. It provides a proper shape to the body. It provides levers for the attachment of muscles, and also it is a source of production of the red blood cells and its other various components. Right. ഇനി നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് അബൌട്ട് ദി ബോൺസ് നോക്കാം. ഓക്കെ, ദ ലോങ്സ്റ്റ് ബോൺ ഇൻ യുവർ ബോഡി ഏതാണ്? നിങ്ങൾ പറഞ്ഞു ലോങ്സ്റ്റ് ബോൺ ഏതാണ്? നമ്മുടെ കയ്യിലുള്ള ബോണാണ്. ദാറ്റ് ഈസ് ദ ഫീമർ. ഓക്കെ, ദാറ്റ് ഈസ് ദ thigh bone known as the femur. When you were born, you had more than 300 bones. By the time you stop growing, you'll only have 206 bones. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ 206 ബോൺസ് ആണുള്ളത് അല്ലേ? When you were born, you had 300 bones. ഈ ബോൺസ് പീസസ് എല്ലാം ഫ്യൂസായി നമ്മളൊരു അഡൾട്ട് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒരു അറൗണ്ട് 22-24 ആ ഏജിലാണ് എല്ലാം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ബോൺസും ഫ്യൂസായി അഡൾട്ട് സ്റ്റേജിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു 22-23-24 മാക്സിമം 25 ഏജ് വരെ നമ്മുടെ ഹൈറ്റ് കൂടുന്നത്. അതിനുശേഷം നമ്മുടെ ഹൈറ്റ് പൊതുവെ ഇൻക്രീസ് ആവാറില്ല. ബിക്കോസ് by that time, around 23-25 ages, that's a little 2 or 3 years earlier in females. അതുകൊണ്ടാണ് നമ്മൾ ആ റേഞ്ച് പറയുന്നത് 23-25 years of age. All the bones fuse and finally you have only 206 bones in your body. So ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ് അല്ലേ? നമ്മൾ പുറക്കുമ്പോൾ ഉള്ളത്ര ബോൺസ് എല്ലാം നമ്മൾ അഡൽട്ട് ആകുമ്പോൾ നമ്മളുടെ ഉണ്ടാവുക. പിന്നെ your bones are living. If you think your bones are dead, you are wrong.
Okay, bones are living tissues and they grow as you get older. They grow as you get older. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞൊരു ഏകദേശം 25 വയസ്സാവുന്നത് വരെ നമ്മളുടെ ബോൺസ് വലുതാവും, ലെങ്ത് വൈസോ ബ്രെഡ്ത്ത് വൈസോ. സോ ദാറ്റ് ഇസ് ഗ്രോത്ത് ഓഫ് ദ ബോൺ. പക്ഷേ ഇവിടെ പറഞ്ഞത് ആസ് യു ഗെറ്റ് ഓൾഡർ എന്താ സംഭവിക്കുന്നത്? ബോൺസ് ഒരു 25 ഇയേഴ്സ് ആകുമ്പോൾ ഏകദേശം ഒരു 99.99% ഗ്രോത്ത് ആവും. പിന്നെയുള്ള ഏജിൽ നമ്മുടെ ബോൺസിൽ വേരിയസ് ചേഞ്ചസ് വരും. മനസ്സിലായത്? നമ്മൾ വയസ്സായി കഴിയുമ്പോൾ നിങ്ങൾ വീട്ടിൽ മുത്തശ്ശിയോ ഉണ്ടെങ്കിൽ നോക്കാം, നമ്മുടെ താടിയിൽ അതിൻ്റെ തിക്നെസ്സൊക്കെ കുറഞ്ഞു വരും. പിന്നെ നമ്മുടെ സ്കൾ ബോണിലുള്ള ജോയിൻറ്റ്സ് ഉണ്ടല്ലോ, സ്യൂച്ചേഴ്സ് എന്ന് പറയും, അതെല്ലാം ഫ്യൂസായി തുടങ്ങും. അപ്പോൾ ബോൺസ് ആർ കോൺസ്റ്റൻ്റ്ലി ചേഞ്ച് ചെയ്യും. പിന്നെ അതിനൊരു സ്പെസിഫിക് ഗ്രോത്ത് പാറ്റേൺ അതൊക്കെ നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക, എന്താണ്? ബോൺസ് ആർ നോട്ട് ഡെഡ്, ദേ ആർ ലിവിങ് ടിഷ്യൂസ് ആൻഡ് ദേ ഗ്രോ ആസ് യു ഗെറ്റ് ഓൾഡർ. ഓക്കെ, പിന്നെ വെൻ ദേ ഗെറ്റ് ഫ്രാക്ചർഡ് ദേ ഹീൽ ദെംസെൽവ്സ്. അല്ലേ? ബോൺസ് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഇഫ് യു ഹാവ് ബ്രോക്കൺ യുവർ ബോൺസ് ദേ വിൽ ഫ്യൂസ് ബാക്ക്. അല്ലേ? ദേ ഹീൽ. സോ അതാണ് ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് അബൌട്ട് ദി ബോൺസ്. റൈറ്റ്. ഇനി നമുക്ക് ബോൺസിനെ ക്ലാസിഫിക്കേഷൻ നോക്കാം. അതായത് നമ്മൾ ബോൺസിനെ പറ്റി പഠിക്കുകയാണ്. സോ സ്റ്റഡി ഓഫ് ബോൺസ് ഈസ് നോൺ ആസ് ഓസ്റ്റിയോളജി. സോ വെൻ യു സ്റ്റഡിങ് ദ ബോൺ, നമുക്ക് എങ്ങനെയാണ് വി ഹാവ് ടു ക്ലാസിഫൈ ദ ബോൺസ്. അപ്പം സ്റ്റഡി ഓഫ് ബോൺ ബിക്കംസ് സിമ്പിൾ. അപ്പോൾ നമ്മൾ ബോൺസിനെ ആദ്യം ക്ലാസിഫൈ ചെയ്യാം. സോ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? ഒന്നാമത്തെ ഫാക്ടർ നമ്മൾ ഡെവലപ്മെൻറ്റ്, ബേസ്ഡ് ഓൺ ഡെവലപ്മെൻറ്റ് നമ്മൾ ബോണിനെ ക്ലാസിഫൈ ചെയ്യണം. എങ്ങനെയാണ്? ഓസിഫിക്കേഷൻ. സെക്കൻഡ് നമുക്ക് നോക്കാം, ഡെവലപ്മെൻറ്റിൽ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നമ്മൾ എൻഡോകോൺഡ്രൽ ഓസിഫിക്കേഷൻ, അതായത് ബേസിക്കലി ഓസിഫിക്കേഷൻ വെച്ചിട്ടാണ് പറയുന്നത്. എൻഡോകോൺഡ്രൽ ഓസിഫിക്കേഷൻ, മെംബ്രേനസ് ഓസിഫിക്കേഷൻ, അതാണ് ഡെവലപ്മെൻറ്റൽ ക്ലാസിഫിക്കേഷൻ. So developmental classification according to ossification. So whether the bone is formed by endochondral ossification or the bone is formed by membranous ossification. That's one thing. Next classification is regionally, according to position. Regionally classification according to position. They are the axial skeleton along the axis of the body. Another classification of appendicular skeleton, that is without appendages, that is upper limbs and lower limbs, the bones in the upper limbs and the lower limbs. So that's a regional classification. Then we have classification of the bones according to the shape. Shape which is classification of the flat bone, long bone, short bone, pneumatic bone, miniature bone. So it is based on the shape. That's another classification. മനസ്സിലായി? ശരി. ഇനി നമുക്കിത് ഓരോന്ന് ക്ലാസിഫിക്കേഷൻ സബ് ടൈപ്പ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സീ ദ ടൈപ്സ് ഓഫ് ബോൺസ് ബേസ്ഡ് ഓൺ ഡെവലപ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് ബേസിക്കലി ബേസ്ഡ് ഓൺ ഓസിഫിക്കേഷൻ ആണ്. സോ രണ്ട് ടൈപ്പിലെ ഓസിഫിക്കേഷൻസ് ആണ് വരുന്നത്, മെംബ്രേനസ് ഓസിഫിക്കേഷൻ ആൻഡ് എൻഡോകോൺഡ്രൽ ഓസിഫിക്കേഷൻ. ചില ബോൺസ് മെംബ്രാനോ കാർട്ടിലേജിനസ് അങ്ങനെയും വരും. അതായത് ബോണിൻ്റെ കുറച്ച് പാർട്ട് മെംബ്രെയിനിൽ, അതായത് ഇൻട്രാ മെംബ്രെയിനസ് ഓസിഫിക്കേഷൻ, റിമൈനിങ് പാർട്ട് കാർട്ടിലേജിനസ് അല്ലെങ്കിൽ എൻഡോകോൺഡ്രൽ. രണ്ടും നമ്മൾ മാറ്റി മാറ്റി ഉപയോഗിക്കാവുന്ന ടേംസ് ആണ്. അപ്പോൾ മെംബ്രെയിനസ് ബോൺസ് വിച്ച് ഡെവലപ്പ് ഡയറക്ട്ലി ഫ്രം ദ മീസെൻകൈം. എന്താണ് മീസെൻകൈം? മീസെൻകൈം എന്ന് പറയുന്നത് ഒരു എംബ്രിയോണിക് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കണക്റ്റീവ് ടിഷ്യൂവിൽ നമുക്ക് സെൽസ് ഉണ്ട്, ഫൈബേഴ്സ് ഉണ്ട്, മാട്രിക്സ് ഉണ്ട്, എക്സെട്ര. അപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ ബോൺ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്, ഒരു സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കാർട്ടിലേജ് ഒരു സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്, ബ്ലഡ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ ഈ എല്ലാത്തിൻ്റെയും ഒരു സോഴ്സ് ഉണ്ടല്ലോ, അതാണ് മീസെൻകൈം അല്ലെങ്കിൽ എംബ്രിയോണിക് കണക്റ്റീവ് ടിഷ്യൂ എന്ന് നമുക്ക് പറയാം. അതായത് എംബ്രിയോണിക് സ്റ്റേജിൽ അപ്പോൾ ഈ ബോൺ ഫോമിങ് സെൽസ് അല്ലെങ്കിൽ മസിൽ ഫോമിങ് സെൽസ് അല്ലെങ്കിൽ കാർട്ടിലേജ് ഫോമിങ് സെൽസ് അല്ലെങ്കിൽ നെർവ് ഫോമിങ് സെൽസ്, അപ്പോൾ എല്ലാത്തിനും ഒരു സ്റ്റെം സെൽ പോലെ ഒരു സോഴ്സ് ഓഫ് ടിഷ്യൂ ഉണ്ട്, കണക്റ്റീവ് ടിഷ്യൂ. അതാണ് നമ്മൾ പറയുന്നത് മീസെൻകൈം. അപ്പോൾ മീസെൻകൈമിൽ ഡയറക്റ്റായിട്ട് ഒരു ബോൺ ഫോം ആവുകയാണെങ്കിൽ
വരും. അതായത് ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് മീസെൻകൈം നേരെ ബോൺസ് ഫോം ചെയ്യുകയാണ്. അതാണ് മെംബ്രെയിനസ് ഓസിഫിക്കേഷൻ. അപ്പോൾ അതുവഴി അങ്ങനെ ഉണ്ടായ ബോൺസിനാണ് നമ്മൾ മെംബ്രെയിനസ് ബോൺസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോൺസ് ഓഫ് ദ സ്കൾ വാൾട്ട്, ബോൺസ് ഓഫ് ദ ഫേസ്, ഇതെല്ലാം ഡയറക്റ്റായിട്ട് മീസെൻകൈമിൽ ബോൺസ് ആയതാണ്. അവിടെ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഇല്ല. ആ ഇന്റർമീഡിയറ്റ് സ്റ്റേജ് എന്താ ഞാൻ നെക്സ്റ്റിൽ പറയാം. അത് എൻഡോകോൺഡ്രൽ ഓസിഫിക്കേഷൻ അവിടെ വരും ഇന്റർമീഡിയറ്റ് സ്റ്റേജ്. അതായത് ബോണിൽ നിന്ന് കാർട്ടിലേജ് ആവും, മീസെൻകൈമിൽ നിന്ന് കാർട്ടിലേജ് ആവും, കാർട്ടിലേജ് പിന്നെ ബോണായി മാറും. പക്ഷെ മെംബ്രെയിനസിൽ ഡയറക്റ്റ് ആണ്. അതായത് ബോണിൽ നിന്ന് നേരെ മീസെൻകൈമിൽ നിന്ന് നേരെ ബോൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് എന്താ? ബോൺസ് ഓഫ് ദ സ്കൾ വാൾട്ട്, ബോൺസ് ഓഫ് ദ ഫേസ്. ഇവിടെ നമുക്ക് പിക്ചറിൽ കാണാം. ഇതൊക്കെയാണ് ബോൺസ് ഓഫ് സ്കൾ. ഫ്രോണ്ടൽ, സ്ഫീനോയിഡ്, എത്മോയിഡ്, പെറൈറ്റൽ, ടെമ്പറൽ, പിന്നെ ഓക്സിപിറ്റൽ, ഇതെല്ലാം ബോൺസ് ഓഫ് ദി സ്കാൾപ്പ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്തത് കാർട്ടിലേജിനസ് ബോൺസ്. അപ്പോൾ മെംബ്രെയിനസ് ബോൺസ്, കാർട്ടിലേജിനസ് ബോൺസ്. അപ്പോൾ നമ്മളതിന് അക്കോർഡിംഗ്ലി നമ്മളതിൻ്റെ ഓസിഫിക്കേഷന് നമ്മൾ എന്താണ് പറയുന്നത്? മെംബ്രെയിനസ് ഓസിഫിക്കേഷൻ, കാർട്ടിലേജിനസ് ഓസിഫിക്കേഷൻ. അതിന് നമ്മൾ മോഡിഫൈ ചെയ്ത് എൻഡോകോൺഡ്രൽ ഓസിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ കാർട്ടിലേജിനസ് ബോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മീസെൻകൈമിൽ നിന്ന് കാർട്ടിലേജ് ആവുന്നു, കാർട്ടിലേജ് പിന്നെ ബോൺ ആവുന്നു. മെംബ്രെയിനസ് എങ്ങനെയായിരുന്നു? മീസെൻകൈമിൽ നിന്ന് നേരെ ബോൺ ആവുകയാണ്. ഇൻ ബിറ്റ്വീനിലുള്ള കാർട്ടിലേജ് സ്റ്റേജ് ഇല്ല. പക്ഷേ ഇവിടെ കാർട്ടിലേജിനസ് ബോൺസ് എങ്ങനെയാണ്? ഫസ്റ്റ് മീസെൻകൈം ഉണ്ട്, then there is intermediate stage of cartilage. The cartilage then further undergoes changes to become bones. Okay, example in all long bones like the femur, that is the thigh bone, tibia, fibula, the leg bone, the bone of the arm, humerus, the radius ulna. All these are the examples for long bones. So അവിടെ എങ്ങനെയാണ്? മീസെൻകൈം പിന്നെ ഒരു കാർട്ടിലേജ് മോഡൽ, പിന്നെ കാർട്ടിലേജ് ഫർദർ ബിക്കംസ് ബോൺ. ഓക്കെ, ഇനി ഒരു ടൈപ്പ് കൂടിയുണ്ട്, ദാറ്റ് ഇസ് മെംബ്രേന കാർട്ടിലേജ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ബോൺ അതിൻ്റെ സം പാർട്ട് ഈസ് ഫോംഡ് ഇൻ മെംബ്രെയിൻ, സം പാർട്ട് ഈസ് ഫോംഡ് ഇൻ ദ കാർട്ടിലേജ്. അതായത് ആ ഒരു ബോൺ ഫുള്ളായിട്ട് ഡെവലപ്പ് ആവണമെങ്കിൽ അതിൽ എന്താണ്? ബോത്ത് മെംബ്രെയിനസ് ഓസിഫിക്കേഷൻ ഉണ്ട്, എൻഡോകോൺഡ്രൽ ഓസിഫിക്കേഷനും ഉണ്ട്. സോ അതിന് എക്സാമ്പിൾ ഏതാണ്? ക്ലാവിക്കൽ. ഇതാണ് ക്ലാവിക്കൽ ബോൺ. നമ്മുടെ കോളാർ ബോൺ, ബ്യൂട്ടി ബോൺ എന്ന് പറയും. നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെ താഴെ വരുന്ന ഈ ഒരു തൊട്ട് നോക്കാൻ കിട്ടുന്ന ഒരു ബോണാണ് ക്ലാവിക്കൽ. അപ്പോൾ ഈ ക്ലാവിക്കൽ ബോണ് സബ്ക്യൂട്ടേനിയസ് ബോണാണ്. അത് മെംബ്രെയിനോ കാർട്ടിലേജിനസ് ബോൺ. ദാറ്റ് ഈസ് ഡെവലപ്ഡ് പാർട്ട്ലി ഇൻ മെംബ്രെയിൻ, പാർട്ട്ലി ഇൻ കാർട്ടിലേജ്. അടുത്ത വരുന്നത് എന്താണ്? നമുക്ക് റീജിയണൽ ക്ലാസിഫിക്കേഷൻ. അതായത് റീജിയൻ വെച്ച് ഇവിടെ നമുക്ക് രണ്ട് കളർ കാണാം. ഇത് ബ്ലൂ കളർ ഉണ്ട് ഇവിടെ, രണ്ടാമത്തേൽ ഇവിടെയാണ് ബ്ലൂ കളർ ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ പിക്ചറിൽ നമുക്ക് കാണുന്ന ഈ ബ്ലൂ കളർ ഉണ്ടല്ലോ, ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള, ബ്ലൂവിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ബോൺസ് ആണ് ആക്ഷിയൽ സ്കെലറ്റൻ എന്ന് പറയുന്നത്. പിന്നെയോ ഈ രണ്ടാമത്തെ പിക്ചറിൽ ബ്ലൂവിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ബോൺസ് ആണ് നമ്മുടെ എപ്പൻഡിക്കുലർ സ്കെലറ്റൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റീജിയണലി നമുക്ക് രണ്ട് കാറ്റഗറിയാണ് വരുന്നത്, ആക്ഷിയൽ ബോൺസ് ആൻഡ് എപ്പൻഡിക്കുലർ ബോൺസ്. So എന്താണ് axial bones? Axial bones are the bones that lie along the axis of the body. ഇവിടെ ആക്സിസ് മിഡ്ലൈനും അതിനും അറ്റാച്ച് ആയിട്ടുള്ള ബോൺസ്, അതാണ് മിഡ്ലൈനിൽ വരുന്ന ബോൺസ് ആണ് ആക്ഷിയൽ ബോൺസ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഇവിടെ നോക്കിയാൽ പറയാം, സ്കൾ ബോൺസ് ഉണ്ട്, വെർട്ടബ്രൽ കോളം ഉണ്ട്, റിബ്സ് ഉണ്ട്, അല്ലേ? ഇതെല്ലാം നമ്മുടെ ആക്ഷിയൽ സ്കെലറ്റൻ. പിന്നെ വരുന്ന അപ്പൻഡിക്കുലർ ബോൺസ്. എന്താണ് അപ്പൻഡിക്കുലർ ബോൺസ്? ദ ബോൺസ് ഓഫ് ദി appendages. Appendages are upper limbs and lower limbs. So the bones of the limbs and the ones which connect them with the axial skeleton, they form what is known as the appendicular skeleton. That is the bones of the upper limb and the bones of the lower limb. Can you give me an example? The humerus, radius ulna, the femur, the tibia, the fibula. All these bones are the bones of the appendicular skeleton. അപ്പോൾ ഇത് മനസ്സിലായാൽ ഞാൻ വിചാരിക്കും. അപ്പോൾ അതാണ് റീജിയണൽ ക്ലാസിഫിക്കേഷൻ. സോ നമ്മൾ 1, 2 ഡെവലപ്മെന്റൽ ക്ലാസിഫിക്കേഷൻ നോക്കി എങ്ങനെയാണത് പറഞ്ഞു നോക്കൂ. മെംബ്രെയിനസ് ക്ലാസിഫിക്കേഷൻ, അത് മെംബ്രെയിനസ് ബോൺസ് ആണ്. പിന്നെയോ കാർട്ടിലേജിനസ് ബോൺസ് ആണ്. റീജിയണൽ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്?
Axial bones ഉണ്ട്, appendicular bones ഉണ്ട്. Right. എല്ലാത്തിനും എക്സാമ്പിൾ ഓർത്ത് വയ്ക്കാം കേട്ടോ. ഇനി അക്കോർഡിംഗ് ടു ദ ഷേപ്പ് ആണ്. ഇതിൽ നമുക്ക് ഒത്തിരി നമ്പേഴ്സ് ഉണ്ട്. കാരണം ബോൺസ് ഇൻ അവർ ബോഡി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോൺസ്, ദേ ഹാവ് ഡിഫറെൻറ്റ് ഷേപ്സ്. സോ അക്കോർഡിംഗ്ലി വി ഹാവ് lot of, not lot, about 8 or 9 types of bones based on the shape. So let's see each one of these one by one, starting with the long bones. So what are long bones? The long bones are the ones which have two ends, the upper end, lower end, the intermediate shaft. If you think of a long bone, such as the humerus or the femur, these bones have an upper end and they have a lower end, and in between there is a shaft. അതാണ് നമ്മൾ ലോങ് ബോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫീമർ, ഹ്യൂമറസ് എക്സെട്ര ലോങ് ബോൺസ്. ഇനി നമുക്ക് മിനിയേച്ചർ ലോങ് ബോൺസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഹാൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഫുട്ടിൽ വരുന്ന, ഹാൻഡിൽ വരുന്ന മെറ്റാകാർപ്പസും ഫുട്ടിൽ വരുന്ന മെറ്റാടാർസൽസ്. ദീസ് ബോൺസ് ആർ മിനിയേച്ചർ ലോങ് ബോൺസ് ബിക്കോസ് ദേ ഹാവ് അപ്പർ ആൻഡ് ലോവർ ആൻഡ് ആൻ ഇന്റർമീഡിയറ്റ് ഷാഫ്റ്റ്. അപ്പോൾ ഇതെന്ന് ഞാൻ ഐ വിൽ ഷോ യു പിക്ചേഴ്സ് സോ ദാറ്റ് ഇറ്റ് വിൽ ബിക്കം മോർ ക്ലിയർ ടു യു. അടുത്ത് വരുന്നത് ഷോർട്ട് ബോൺസ് ആണ്. ഷോർട്ട് ബോൺസ് എന്താണ്? They do not have particular shape. They have particular shape, but they do not have upper and lower end shaft. അങ്ങനെയൊന്നുമില്ല. They don't have anything like that. Very specific. Okay. Short bones. ഇവിടെ വരുന്ന കാർപ്പൽ ബോൺസ് ഇതൊക്കെ നമുക്ക് നോക്കാം. We'll see all these. ഈ കാർപ്പൽ ബോൺസ് ഇവിടെ വരുന്നത് കുഞ്ഞു 8 ഉണ്ട്. സ്മോൾ അതാണ് ഷോർട്ട് ബോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എന്താണ്? ഫ്ലാറ്റ് ബോൺസ് ആണ്. ഫ്ലാറ്റ് ബോൺസ് നമ്മുടെ ഷോൾഡർ ബ്ലേഡ്, സ്കാപ്പുല എന്ന് പറയുന്ന ബോൺ. So scapula is a flat bone. It's a flat bone. പിന്നെ നമുക്ക് ഇറഗുലർ ബോൺസ് ഉണ്ട്. അതായത് പ്രത്യേക ഷേപ്പ് ഇല്ലാത്ത ബോൺസ് ആണ്. ഫോർ എക്സാമ്പിൾ വെർട്ടിബ്രേ, നമ്മുടെ വെർട്ടിബ്രൽ കോളമിൽ വരുന്ന ബോൺസ് ആണ് വെർട്ടിബ്രേ. ദേ ഹാവ് ഇറഗുലർ ഷേപ്സ്, ഇറഗുലർ ബോൺസ്. പിന്നെയാണ് ന്യൂമാറ്റിക് ബോൺസ്. ന്യൂമാറ്റിക് ബോൺസ് അതായത് എയർ ഉള്ള ബോൺസ് ആണ്. നമ്മുടെ ഹെഡിൽ there are a number of bones which contain air inside. Those are called pneumatic bones. An example, ethmoid bone, inside, deep inside here. പിന്നെ maxilla, എന്താണ്? maxilla എന്ന് പറയാൻ പറ്റുന്നത് maxillary air science ഉണ്ട്. നമുക്കറിയാം, most of us are familiar with the air sciences. അപ്പോൾ ന്യൂമാറ്റിക് ബോൺ എന്ന് പറഞ്ഞാൽ ബോൺ വിച്ച് കണ്ടെയ്ൻ എയർ ഇൻസൈഡ്. സ്കൾ മൊത്തം ഒരു സോളിഡ് ബോൺ ആണെങ്കിൽ നമുക്ക് തല പൊക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, തല ഭയങ്കര വെയിറ്റ് ആയിരിക്കും. അപ്പോൾ ഹെഡിൻ്റെ വെയിറ്റ് ഒന്ന് കുറയ്ക്കാനായിട്ട്, പിന്നെ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ സൗണ്ടിന് ഒരു റെസൊണൻസ് കൊടുക്കാനായിട്ട് നമ്മുടെ ഹെഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേഷ്യൽ സ്കെലറ്റൻ അവിടെ ചില ബോൺസിനകത്ത് ദൈവം എയർ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ അങ്ങനെയുള്ള ബോൺസിന് നമ്മൾ ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറയും. മനസ്സിലായി? ഇനി എന്താണ് സെസമോയിഡ് ബോൺസ്? എന്താണ് ഈ സെസമോയിഡ് ബോൺസ്? സെസമോയിഡ് ബോൺസ് നമ്മൾ ദേ ആർ നോട്ട് പ്രസന്റ് വെൻ യു ആർ ബോൺ. Sesamoid bones are the ones which are developed under tendons. Okay, ഒരു മസിൽ നമ്മൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ പൊതുവേ ജനറലായിട്ട് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഡെയിലി റൂട്ടീൻ വർക്ക് ചെയ്യുമ്പോഴും ചില മസിലിൻ്റെ ടെൻഡൻ്റെ അടിയിൽ ഒരു ബോൺ ഫോം ആവും. ഫോർ എക്സാമ്പിൾ പാറ്റല, നമ്മൾ നീ ക്യാപ്പ് എന്ന് പറയില്ലേ, അതാണ് ഏറ്റവും വലിയത്. ബിഗ്ഗസ്റ്റ് സെസമോയിഡ് ബോൺ ഇസ് ദ പാറ്റല. And this patella, it develops under the tendon of quadriceps femoris. Quadriceps femoris എന്ന് പറയുന്ന ഒരു മസിലിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു ബോണാണ് സെസമോയിഡ്. അപ്പോൾ what are sesamoid bones? Bones which develop under tendon. That is a sesamoid bone. Right. We have two more bones. The accessory bones. What are accessory bones? അതായത് 206 bones അല്ലാതെ നമുക്ക് എക്സ്ട്രാ ബോൺസ് ഉണ്ടോ? If you have 207 bones, അത് 206 plus 1 or plus 2 plus 3. So if you have extra bones, അതിനാണ് നമ്മുടെ ആക്സസറി ബോൺസ് എന്ന് പറയുന്നത്. സൂപ്പർ ന്യൂമററി ബോൺസ്. അതെങ്ങനെയാണ് വരുന്നത്? These bones appear because of an additional or extra ossification center. ഒരു നോർമലി ഉള്ള ഇപ്പോൾ ഒരു ബോൺ ഒരു 5 ഓസിഫിക്കേഷൻ സെൻറ്റേഴ്സ് ആണ് ഉള്ളത്. നോർമലി എല്ലാവർക്കും അങ്ങനെയാണ്. പക്ഷേ ഒരാളിൽ 5 ഓസിഫിക്കേഷൻ സെൻറ്റർ പകരം 6 ഉണ്ട് ഒരു ബോൺ. അങ്ങനെയാണെങ്കിൽ 6ാമത്തെ ഓസിഫിക്കേഷൻ സെൻറ്റർ ഒരു എക്സ്ട്രാ ബോൺ വരും. അതിനെയാണ് നമ്മൾ സൂപ്പർ ന്യൂമററി ബോൺ എന്ന് പറയും. മനസ്സിലായോ? സംടൈംസ് എന്ത് സംഭവിക്കും, ഈ സൂപ്പർ ന്യൂമററി ബോൺ സെപ്പറേറ്റ് ഓസിഫിക്കേഷൻ സെൻറ്ററിന് ഡെവലപ്പ് ആയിട്ട് അപ്പോൾ അതൊരു സെപ്പറേറ്റ് ബോണായി. സംടൈംസ് വാട്ട് ഹാപ്പൻസ്, അങ്ങനെ ആവുകയാണെങ്കിൽ പോരും. അതായത് ഒരു എക്സ്ട്രാ ഓസിഫിക്കേഷൻ സെൻറ്റർ വന്ന്
അതിനൊരു ബോൺ ഫോമായി. അത് ബാക്കിയുള്ള ഇപ്പം 5 ഉള്ളിടത്ത് 6 ഉണ്ട്. ഈ 6ാമത്തെ ആള് തനി എനിക്ക് ആരോടും കമ്പനി വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന് പറയുമ്പോൾ അയാൾക്ക് ഒരു ബോൺ എക്സ്ട്രാ വരും. അല്ല ഇനി 5 വരേണ്ടടുത്ത് 6 വന്നിട്ട് 6ാമത്തെ ആൾ അയ്യോ എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊരു മടിയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ കൂടട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ അതിൻ്റെ കൂടെ കൂടിയിട്ട് മൊത്തം 5 വരികയാണെങ്കിൽ അയാൾക്ക് സൂപ്പർ ന്യൂമറി ബോൺസ് ഉണ്ടാവില്ല. മനസ്സിലായാലോ പറഞ്ഞാണ്. അപ്പം ഇങ്ങനെ ആവുകയാണെങ്കിൽ ഇപ്പം 5 പകരം ഒരു 6 ഉണ്ട് ഞാനെന്ന് വിചാരിക്കാം. അങ്ങനെ ആവുകയാണെങ്കിൽ നമ്മളൊരു എക്സ്റേ എടുക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാൾ വ്യക്തി വീണെന്ന് വിചാരിക്കുക, അദ്ദേഹത്തിനൊരു ഫ്രാക്ചർ ആയെന്നൊരു സംശയം. അപ്പോൾ നോർമലി എല്ലാവർക്കും അവിടെ 5 വേണ്ടത്, പക്ഷേ ഇദ്ദേഹത്തിന് 6 ഉണ്ട് ബിക്കോസ് ഓഫ് ആൻ എക്സ്ട്രാ ഓസിഫിക്കേഷൻ സെന്റർ ദാറ്റ് ഹാസ് ഫെയിൽഡ് ടു ഫ്യൂസ് വിത്ത് അതർ ഫൈവ്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് എക്സ്റേ എടുക്കുകയാണ്. എക്സ്റേ എടുക്കുമ്പോൾ റേഡിയോളജിസ്റ്റ് നോക്കുമ്പോൾ അദ്ദേഹത്തിന് 5 പകരം 6 ഇത് കാണുന്നു. അപ്പോൾ ഓക്കെ ഇതൊരു എക്സ്ട്രാ ബോൺ, അതായത് 206. ഇപ്പം നമ്മുടെ റേഡിയസ് ആകുന്ന ഇവിടെയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കാർപ്പൽ ബോൺസിൽ അവിടെ 8 പകരം 9 ഒരെണ്ണം എക്സ്ട്രാ ഉണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ എന്ത് വിചാരിക്കുമോ ഏതോ ഒരു ബോണ് ഫ്രാക്ചറായി പോയിട്ടുണ്ട്. ആ ഫ്രാക്ചറായ ബോണാണ് ഇവിടെ 6ാമത്തേതായിട്ട് കാണുന്നത്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാനൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആക്സസറി ബോൺസ് ചില വ്യക്തികളിൽ ഉണ്ടാവാറുണ്ട് എന്നുള്ള ഒരു നോളജ് നമുക്ക് നേരത്തെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഈ സൂപ്പർ ന്യൂമറി ബോൺസ് നമ്മുടെ സ്കല്ലിൽ വളരെ കോമൺ ആയിട്ട് കാണാം. ഓക്കെ, അതിന് നമ്മൾ വർമിയൻ ബോൺ എന്ന് പറയും. വർമിയൻ ബോൺ അല്ലെങ്കിൽ സ്യൂച്ചറൽ ബോൺസ് ബിക്കോസ് ദേ ആർ മോസ്റ്റ് കോമൺലി ഫൗണ്ട് ഇൻ ബിറ്റ്വീൻ ദ സ്യൂച്ചേഴ്സ്. യു ക്യാൻ സീ ഹിയർ ഇതൊരു വർമിയൻ ബോൺ ആണ്. Okay, that is seen in between the sutures, interparietal sutures. In this case, interparietal sutures. അപ്പോൾ നമുക്കൊരു സ്കെലറ്റൻ, പിന്നെ അവിടെ നിന്ന് വേറെ ബോൺസിനെ നോക്കാം. സോ ഇതാണ് ലോങ് ബോൺ. ഹ്യൂമറസ് ഒരു ലോങ് ബോൺ ആണ്. കാർപ്പൽ ബോൺസ് ഷോർട്ട് ബോൺസ് ആണ് ഇവിടെ പർപ്പിൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്കൾ ബോൺസ് ഇതൊരു ഫ്ലാറ്റ് ബോൺ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ സ്കാപ്ലിയം അതും ഒരു ഫ്ലാറ്റ് ബോൺ ആണ്. പിന്നെ ഇറഗുലർ ബോൺ, ഒരു പർട്ടിക്കുലർ ഷേപ്പില്ല. അപ്പോൾ വെർട്ടബ്ര നമ്മുടെ സ്പൈൻ വെർട്ടബ്രയിൽ വരുന്ന ഒരു ഇൻഡിവിജ്വൽ വെർട്ടബ്രൽ ബോൺസ് ഇറഗുലർ ബോൺസ് ആണ്. ഇനി എങ്ങനെയാണ് ബോൺ ഫോം ആവുന്നത്? ഞാൻ പറഞ്ഞു ബോൺ ഡെവലപ്പ് ആവുന്നത് 2 മെത്തഡാണ്. എന്താണ്? ഓസിഫിക്കേഷൻ ആണ്. അത് 2 ടൈപ്സ് ഓഫ് ഓസിഫിക്കേഷൻ ഉണ്ട്. മെംബ്രെയിനസ് ഓസിഫിക്കേഷൻ ആൻഡ് എൻഡോകോൺഡ്രൽ ഓസിഫിക്കേഷൻ. അതായത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? മീസെൻകൈമൽ ടിഷ്യൂ ആണ്. മീസെൻകൈമൽ ടിഷ്യൂന് നേരെ ബോൺ ആവുകയാണെങ്കിൽ അത് മെംബ്രെയിനസ് ഓസിഫിക്കേഷൻ. സച്ച് എക്സാമ്പിൾ എവിടെയാണ്? സ്കൾ ക്യാപ്പ്, സം ഫേഷ്യൽ ബോൺസ്. അല്ല മീസെൻകൈമിൽ ഒരു ഇന്റർമീഡിയറ്റ് കാർട്ടിലേജ് ആയിട്ട് പിന്നെ കാർട്ടിലേജ് ബോൺ ആവുകയാണ് എങ്കിൽ അത് എൻഡോകോൺഡ്രൽ ഓസിഫിക്കേഷൻ ആണ്. എക്സാമ്പിൾ നമ്മുടെ എല്ലാ ലോങ് ബോൺസ് എല്ലാം എക്സാമ്പിൾ ഫോർ എൻഡോകോൺഡ്രൽ ഓസിഫിക്കേഷൻ. അപ്പോൾ എല്ലാം തുടങ്ങുന്നത് മീസെൻകൈമിൽ നിന്നാണെങ്കിൽ പോലും ഈ മീസെൻകൈമൽ കണക്റ്റീവ് ടിഷ്യൂ, അതായത് നമ്മുടെ എംബ്രിയോണിക് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്, അതിൽ ആദ്യം ഒരു ബോൺ ഫോം ചെയ്യാൻ തീരുമാനിച്ചു. ഒരു സ്റ്റെം സെല്ലാണ് എംബ്രിയോണിക് കണക്റ്റീവ് ടിഷ്യൂ. മീസെൻകൈമൽ എംബ്രിയോണിക് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതിന് ഓക്കെ ബോൺ ഫോം ചെയ്യാം. കുറച്ച് സെൽസ് സെപ്പറേറ്റ് ആവും. ഞാൻ ബോൺ ഫോം ചെയ്യട്ടെ, നമ്മുടെ ശരീരത്തിൽ ബോണിൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ കുറച്ച് ആൾക്കാർ ഞാൻ കാർട്ടിലേജ് ചെയ്യാൻ പോകും. ഓക്കെ, ഞാൻ ബ്ലഡ് സെൽസ് ആയിട്ട് മാറാൻ പോവുകയാണ്, ഞാൻ നെർവസ് ടിഷ്യൂ ആയിട്ട് മാറാൻ. ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് ആൾക്കാർ ഇങ്ങനെ മാറി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബോൺ ഫോം ചെയ്യാൻ മാറിയ ആൾക്കാരുണ്ടല്ലോ മീസെൻകൈമൽ സെൽസ് ടിഷ്യൂ, അതിൽ ആദ്യമായിട്ട് നമുക്ക് വരുന്ന സെല്ലാണ് ഓസ്റ്റിയോജീനിക് സെൽസ്, അല്ലെങ്കിൽ നമുക്ക് ഓസ്റ്റിയോപ്രോജെനിറ്റാർ സെൽ എന്നും പറയാം. ഓക്കെ, ഓസ്റ്റിയോപ്രോജെനിറ്റാർ സെൽസ്. ഈ ഓസ്റ്റിയോപ്രോജെനിറ്റാർ സെൽസ് അവർ നന്നായിട്ട് മൾട്ടിപ്ലൈ ആവും. എന്നിട്ട് ദേ ഫോം ബോഡിയാണ് ഓസ്റ്റിയോബ്ലാസ്റ്റ്സ്. ഓക്കെ, ഈ ഓസ്റ്റിയോബ്ലാസ്റ്റ്സ് ഇവിടെയാണ്. ദേ ആർ ദ ബോൺ മാട്രിക്സ്, ബോണിൻ്റെ മാട്രിക്സ് ഫോം ചെയ്യുന്ന സെൽസാണ്. അതാണ് ഓസ്റ്റിയോബ്ലാസ്റ്റ്സ്. ഈ ഓസ്റ്റിയോബ്ലാസ്റ്റ്സ് മെച്യൂറായിട്ട് ദേ ഫൈനലി ഫോം ദ ഓസ്റ്റിയോസൈറ്റ്സ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ബോൺ ടിഷ്യൂവിനെ മെയിൻറ്റെയിൻ ചെയ്യലാണ് അതിൻ്റെ പണി. ഇനി ഇത് മൂന്നല്ലാതെ നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് സെല്ലുണ്ട്, ദാറ്റ് ഇസ് ഓസ്റ്റിയോക്ലാസ്റ്റ്. അതായത് ഒരു ബോണിന് ഒരു ഷേപ്പ് കൊടുക്കുന്നത്, അതായത് എക്സ്ട്രാ ഉള്ള ബോണൊക്കെ നീക്കിയിട്ട് ബോണിന് ഒരു പർട്ടിക്കുലർ ഷേപ്പ്. അപ്പോൾ നിങ്ങൾ നോക്കണമെങ്കിൽ ഹ്യൂമറസിന് ഒരു ഷേപ്പ് ഉണ്ട്. അത് എൻ്റെയും നിങ്ങളുടെയും ഓരോരുത്തരുടെയും ബോണ് ഒരു ഔട്ട്ലൈൻ, ഏകദേശം ഒരു ഔട്ട്ലൈൻ സെയിം ആണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഉണ്ട്. ഹ്യൂമറസ് ബോണ്,
femur bone. You take any bone for that matter, every single bone in our body has a particular shape, and that shape is provided. Okay, so the osteoclast cells, they know, they have memory of the outline of the bone. So if there is, suppose, an extra amount of bone tissue laid, so it will remove. So osteoclasts are helping in bone resorption, or we can also call it bone removing cells. So they break down the bone matrix in order to provide a proper shape to the bone. So these are the types of cells that you find in the bones. So you can mention the formation of bone is by ossification. Two types of ossification, the membranous ossification and the condylar ossification. And the ossification begins at centers known as ossification centers. Each bone, you take any bone, it has one primary ossification centers and more than one secondary ossification centers. The primary ossification center appears before birth and the secondary ossification center appears after birth. The primary ossification center, secondary ossification center, they lay down bone tissue around them and finally they all fuse together and they become the adult bone. So അങ്ങനെയാണ് bone formed. ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാം തുടങ്ങുന്നത് എവിടെയാണ്? mesenchymal cells എന്നാണ്. mesenchymal cells differentiate into osteoprogenitor cells, which are the cells which give rise to bone cells. പിന്നെ osteoblasts ഉണ്ട്. osteoblast matrix form ചെയ്യും ബോണിന്റെ. പിന്നെ ഈ cells osteoblasts mature and become osteocytes. They maintain the bone tissue and extra ഉള്ള bone tissue ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് osteoclast cells വരും. ശരി, ഇനി നമുക്ക് ലോങ് ബോൺസ് എന്താണെന്ന് നോക്കാം. അത് ഇത്രയും നേരം പറഞ്ഞ ജനറൽ കോൺസെപ്റ്റ് ആണ്. ഇനി ബോൺസിനെ പറ്റിയിട്ട് there is another class. അതിൽ I will be talking about the axial skeleton and the appendicular skeleton. അതിൽ നമുക്ക് ലോങ് ബോൺ, ഒരു ബോണിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ലോങ് ബോണിന്റെ സ്ട്രക്ചർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഇവിടെ നോക്കാം, ഇതൊരു ലോങ് ബോൺ ആണ്. ഈ ബോൺ ആക്ച്വലി ഇത് ഫീമർ ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു ലോങ് ബോൺ എന്താണ്? ലോങ് ബോൺ നമ്മൾ based on the shape നമ്മൾ ക്ലാസ് വെച്ചപ്പോൾ ലോങ് ബോൺ is a bone that has got a upper and lower and intermediate shaft. upper end എന്താണ്, lower end എന്താണ്, shaft എന്താണ്, അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. So parts of long bones. So long bone, when you talk anatomically, it has got ends, and these ends are called upper epiphysis, lower epiphysis, and in between you have diaphysis. Between epiphysis and diaphysis you have metaphysis. Okay, so these are the parts of the long bones. I'll tell you one by one. So our growing long bone consists of two cartilaginous ends. So the cartilaginous ends are because the upper end and the lower end are going to articulate with another bone. And this part of the bone, as you can see here, this part of the bone is covered by a cartilage. This is called as articular cartilage. Here you can see. So this surface, this is going to articulate with another bone. Since it is femur, below it is going to articulate with the tibia. Tibia will. So this bone here, this surface is covered by articular cartilage. It is a type of hyaline cartilage. And here upper end, this is going to articulate with the acetabulum of the hip bone to form the hip joint. So here you have the hip joint. Here you will have the knee joint. So the surfaces of the bones that are going to form joints are covered by articular cartilage. So these two ends are known as the epiphysis. Okay, epiphysis. So you can call it upper epiphysis and lower epiphysis. So upper or the proximal epiphysis. ഇവിടെ കാണുന്നത് ഡിസ്റ്റൽ എപ്പിഫൈസിസ് ആണ്. അപ്പോൾ രണ്ട് അറ്റമാണ്, ഒരു ബോണിൽ രണ്ട് അറ്റങ്ങളെയാണ് നമ്മൾ എപ്പിഫൈസിസ് എന്ന് പറയുന്നത്. ആ രണ്ട് അറ്റങ്ങൾ എന്താണ്, ഒരു ജോയിന്റ് ഫോം ചെയ്യും. അപ്പുറത്തെ, അതായത് മുകളിലുള്ള ഒരു അറ്റം വേറെ ബോണുമായിട്ട് ജോയിന്റ് ഫോം ചെയ്യും, താഴത്തെ അറ്റം വേറൊരു ബോണുമായിട്ട് ജോയിന്റ് ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ അപ്പുറത്തെ മുകളിലത്തെയും താഴത്തെയും രണ്ട് അറ്റങ്ങളാണ് നമ്മൾ അപ്പർ എപ്പിഫൈസിസ് ആൻഡ് ലോവർ എപ്പിഫൈസിസ് എന്ന് പറയുന്നത്. അടുത്തത്, ഈ രണ്ട് അറ്റങ്ങളുടെ നടുവിലൊരു പാർട്ടുണ്ടല്ലോ ബോൺ, അതാണ് നമ്മൾ പറയുന്നത് ഡയാഫൈസിസ്. സോ ദ ഷാഫ്റ്റ് ഓർ ബോഡി ഓഫ് ഗ്രോയിങ് ലോങ് ബോൺ ഈസ് കോൾഡ് ഡയാഫൈസിസ്. ഇവിടെ കാണാം, ഇതാണ് ഡയാഫൈസിസ്. ഈ ബ്രാക്കറ്റ് ഇട്ട ഇത്രയും പോർഷനാണ് ഡയാഫൈസിസ്. ഓക്കെ, ഇതാണ് ഷാഫ്റ്റ്. മിഡിൽ വരുന്ന ഈ പോർഷനാണ് ഷാഫ്റ്റ് ഓഫ് ദ ബോൺ. ഇനി നമുക്ക് നോക്കാം, the epiphysis and diaphysis are united together by plate-like cartilage known as epiphyseal cartilage. അതായത് ഇവിടെ എന്തുണ്ട്, ഡയാഫൈസിസ് ആണ് എന്ന് പറഞ്ഞു അല്ലെ, ഇത് എപ്പിഫൈസിസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ബിറ്റ്വീൻ ദ എപ്പിഫൈസിസ് ആൻഡ് ഡയാഫൈസിസ് ഇവിടെ ഒരു കാർട്ടിലേജ് പ്ലേറ്റ് ഉണ്ട്. തിൻ വൈറ്റ് ലൈൻ കാണാവോ, അതാണ് എപ്പിഫൈസിയൽ ലൈൻ.
that contains a thin plate of cartilage that is known as epiphyseal cartilage. Okay. The portion of the diaphysis, ഏതിന്റെ പാർട്ടാണ് diaphysis portion adjacent to epiphysis is known as metaphysis. ഇവിടെ നോക്കുക മെറ്റാഫൈസിസ്, ഇതാണ് മെറ്റാഫൈസിസ്. എവിടെയാണ് മെറ്റാഫൈസിസ് ഉള്ളത്? ഇത് ഡയാഫൈസിസിനെയും ഒന്നാമത്തേത് ഡയാഫൈസിസിനെയും എപ്പിഫൈസിസിനെയും നടുക്ക് വരുന്നതാണ് നമ്മുടെ മെറ്റാഫൈസിസ്. മനസ്സിലായോ? ഇവിടെ നോക്കാം, പ്രോക്സിമൽ എപ്പിഫൈസിസ് ഉണ്ട്, ഇവിടെ ഡയാഫൈസിസ് ഉണ്ട്, ഇൻ ബിറ്റ്വീനിൽ വരുന്നതാണ് മെറ്റാഫൈസിസ്. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു എപ്പിഫൈസിസ് ഉണ്ട്, രണ്ട് അറ്റങ്ങളെയാണ് നമ്മൾ എപ്പിഫൈസിസ് എന്ന് പറയുന്നത്. അത് മേലത്തെ എപ്പിഫൈസിസ്, താഴത്തെ എപ്പിഫൈസിസ്, അപ്പർ എപ്പിഫൈസിസ്, ലോവർ എപ്പിഫൈസിസ്, ഓർ പ്രോക്സിമൽ എപ്പിഫൈസിസ് ആൻഡ് ഡിസ്റ്റൽ എപ്പിഫൈസിസ്. പിന്നെയോ ബിറ്റ്വീൻ ദ എപ്പിഫൈസിസ് ഇത് ഡയാഫൈസിസ് ആണ്, അതൊരു ബോഡിയാണ്, ദ മെയിൻ പാർട്ട് ഓഫ് ദ ബോൺ ആണ്. ബിറ്റ്വീൻ ദ ഡയാഫൈസിസ് ആൻഡ് മെറ്റാഫൈസിസ്, ഐ മീൻ എപ്പിഫൈസിസ്, വി ഹാവ് മെറ്റാഫൈസിസ്. എപ്പിഫൈസിസിലും മെറ്റാഫൈസിസിനും നടുവിൽ നമുക്ക് എപ്പിഫൈസിയൽ ലൈൻ ഉണ്ട് വിത്ത് പ്ലേറ്റ് ഓഫ് കാർട്ടിലേജ്. മനസ്സിലായല്ലോ? ഇനി എന്താണ് എപ്പിഫൈസിസ്? ഞാൻ പറഞ്ഞു എപ്പിഫൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എൻഡ്സ് ഓഫ് ലോങ് ബോൺസ് ആണ്, വിച്ച് ഡെവലപ്പ് ഫ്രം ദ പ്രൈമറി ഓസിഫിക്കേഷൻ, ഡെവലപ്പ് ഫ്രം ദ സെക്കൻഡറി സെന്റർ ഓഫ് ഓസിഫിക്കേഷൻ ആണ് എപ്പിഫൈസിസ്. നമ്മുടെ മെയിൻ ഷാഫ്റ്റ് ഉണ്ട് ഡയാഫൈസിസ്. ഡയാഫൈസിസ് ആണ് പ്രൈമറി ഓസിഫിക്കേഷൻ സെന്ററിൽ നിന്ന് വരുന്ന പോർഷൻ. അപ്പോൾ നമ്മുടെ അറ്റങ്ങൾ മേലത്തെയും താഴത്തെയും, അതായത് അപ്പർ എപ്പിഫൈസിസ്, ലോവർ എപ്പിഫൈസിസ്, ദീസ് ഡെവലപ്പ് ഫ്രം ദ സെക്കൻഡറി സെന്റർ ഓഫ് ഓസിഫിക്കേഷൻ. പിന്നെയോ ഡയാഫൈസിസ്. ഡയാഫൈസിസ് എന്താണ്? ഷാഫ്റ്റ് ഓർ ദ ബോഡി ഓഫ് ദ ലോങ് ബോൺ. സോ ഇറ്റ് ഈസ് ദ ട്യൂബ്യുലാർ ഷാഫ്റ്റ് ഓഫ് ദ ലോങ് ബോൺ വിച്ച് ഇന്റർവീൻസ് ബിറ്റ്വീൻ ടു എപ്പിഫൈസസ്. നോക്കുക, ഇവിടെ എപ്പിഫൈസിസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, SIS. SES എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ ആണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക കേട്ടോ. സോ ബിറ്റ്വീൻ ദ ടു എപ്പിഫൈസസ്, അതായത് അപ്പർ എപ്പിഫൈസിനും ലോവർ എപ്പിഫൈസിനും നടുവിൽ വരുന്ന ഒരു മെയിൻ പോർഷൻ ആണ് ഡയാഫൈസിസ്. പിന്നെയോ ഇറ്റ് ഓസിഫൈസ് ഫ്രോം ദ പ്രൈമറി ഓസിഫിക്കേഷൻ സെന്റർ. മനസ്സിലായില്ലേ? അടുത്ത എന്താണ്? പെരിയോസ്റ്റിയം. എന്താണ് പെരിയോസ്റ്റിയം? നമ്മുടെ ബോണിനെ പുറത്തുനിന്ന് കവർ ചെയ്യുന്ന ഒരു കവറിംഗ് ആണ് പെരിയോസ്റ്റിയം. ഓക്കെ, സോ ഇറ്റ് ഈസ് ഫോർമലി അറ്റാച്ച്ഡ് ടു ദ സർഫേസ്. സോ ഇതാണ് പെരിയോസ്റ്റിയം. അപ്പം നമ്മളൊരു ബോണിനെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് പിക്ചർ ഐ വിൽ ഷോ യു. ആ പിക്ചർ നമുക്ക് നോക്കാം, അതിൽ എന്തൊക്കെ വരുന്നുണ്ട്. നമുക്ക് പുറത്തുനിന്ന് അകത്തേക്ക്, അകത്ത് നമുക്ക് മെഡിലറി ക്യാവിറ്റി ഉണ്ട്. ഒരു ബോൺ സോളിഡ് ബോൺ അല്ല, ലോങ് ബോൺ ഒരു സോളിഡ് ബോൺ അല്ല, അതിന് കോർട്ടെക്സ് ഉണ്ട്, മെഡിലും ഉണ്ട്. ആ ക്യാവിറ്റി ഉണ്ട്, ഇൻസൈഡ് ദർ ഈസ് എ ക്യാവിറ്റി. ദാറ്റ് ക്യാവിറ്റി ഈസ് നോൺ ആസ് ദ മാരോ ക്യാവിറ്റി. ഓക്കെ, അപ്പോൾ പെരിയോസ്റ്റിയം ഉണ്ട്, കോർട്ടെക്സ് ഉണ്ട്, മെഡുലറി ക്യാവിറ്റി ഉണ്ട്. ഇനി അത് നമുക്ക് നോക്കാം, ഈ പോർഷൻ നമുക്ക് നോക്കാം, ഒന്നുകൂടി പറയാം അതിനെ പറ്റിയിട്ട്. അപ്പം ഇത് ക്ലിയർ ആയി. നെക്സ്റ്റ് വരുന്നത് മെറ്റാഫൈസിസ് ആണ്. മെറ്റാഫൈസിസ് പോർഷൻ ഓഫ് ഡയാഫൈസിസ് ആണ്. ഡയാഫൈസിസിന്റെ തന്നെ പോർഷൻ ആണ്, ദാറ്റ് ഈസ് വെരി മച്ച് അഡ്ജസെന്റ് ടു എപ്പിഫൈസിയൽ കാർട്ടിലേജ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നതാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇവിടെ നോക്കാം. എപ്പിഫൈസിസ് ഉണ്ട്, ഡയാഫൈസിസ് ഉണ്ട്. ഇത് ലോവർ എപ്പിഫൈസിസ് ആണ്. സോ ഇത് അപ്പർ എപ്പിഫൈസിസ്, ലോവർ എപ്പിഫൈസിസ്, ഡയാഫൈസിസ്. ഇനി ഈ ബോണ് ഇവിടെ ഒരു, ഇത് ടിബിയ ബോണാണ് കേട്ടോ. ഇവിടെ ഫീമർ ബോൺ വരുന്നുണ്ട്, നീ ജോയിന്റിന്റെ ഏരിയ ആണ് ഇത്. അപ്പം ഈ part of the bone that is articulating the femur is covered by articular cartilage. ഈ എപ്പിഫൈസിന്റെ അകത്ത് നമ്മൾ പൊളിച്ച് കയറുകയാണെങ്കിൽ, നമുക്ക് അവിടെ സോളിഡ് ബോൺ അല്ല കാണുക, വി സി സ്പോഞ്ചി ബോൺ. ഓക്കെ, സെക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ പുറത്ത് ഈ പോർഷൻ നല്ല തിക്കായിരിക്കും, അത് നമ്മൾ കോമ്പാക്ട് ബോൺ എന്ന് പറയും. എൻഡ്സ് ഉണ്ടല്ലോ, അത് എപ്പിഫൈസിസ് അപ്പർ ആയിരിക്കട്ടെ ലോവർ ആയിരിക്കട്ടെ, അത് എപ്പോഴും സ്പോഞ്ചി ബോണാണ്. ഡയാഫൈസിസ് ഒരു സോളിഡ് ബോണാണ്, അതുകൊണ്ട് നമ്മളതിനെ കോമ്പാക്ട് ബോൺ എന്ന് പറയും. അപ്പോൾ പ്രൈമറി ഓസിഫിക്കേഷൻ സെന്ററിൽ നിന്ന് ഡെവലപ്പ് ആയ ഷാഫ്റ്റ് കോമ്പാക്ട് ബോണാണ്. പക്ഷെ അതിൻ്റെ അകത്തൊരു ക്യാവിറ്റി ഉണ്ട്, മെഡുലറി ക്യാവിറ്റി ഈസ് പ്രസന്റ് ഇൻസൈഡ് ഇറ്റ്. ബട്ട് അതിൻ്റെ വാൾ, ഈ ക്യാവിറ്റിൻ്റെ വാൾ ഉണ്ടല്ലോ, ഇത്രയും തിക്നെസ്, ഇവിടുന്ന് ഇവിടം വരെ, ഇവിടുന്ന് ഇവിടം വരെ, ഇവിടുന്ന് ഇവിടം വരെ, ഇത് രണ്ട് വശത്തും. അതായത് ഈ ക്യാവിറ്റി നമുക്ക് കാണാമല്ലോ, ഒരു ഓറഞ്ച് കളർ, അതാണ് ക്യാവിറ്റി.
അപ്പോൾ ക്യാവിറ്റിയിൽ നിന്ന് ഈ ബ്ലൂ കളറിലുള്ളതാണ് പെരിയോസ്റ്റിയം. അപ്പോൾ ഈ ക്യാവിറ്റിൻ്റെ ഈ പിങ്ക് കളറും ഈ ബ്ലൂ കളറും ഇതിൻ്റെ ഇടയിൽ വരുന്ന സ്പേസ് ആണ് കോമ്പാക്ട് ബോൺ. മനസ്സിലായില്ലേ? ഇത് മൊത്തം ഇവിടം വരെ കോമ്പാക്ട് ബോണാണ്. ഓക്കെ, ഇത് മൊത്തം കോമ്പാക്ട് ബോണാണ്. പക്ഷേ ഈ പിങ്ക് ഏരിയ ഉണ്ടല്ലോ, അതായത് എപ്പിഫൈസിസിൽ ദിസ് പിങ്ക് ഏരിയ ഹിയർ, ദിസ് വൺ, ദിസ് ഈസ് ദ സ്പോഞ്ചി ബോൺ. അവിടെയും ഇവിടെയും ദിസ് ഈസ് ദ സ്പോഞ്ചി ബോൺ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്താണ് നോക്കുന്നത് ഇവിടെ? സെക്ഷൻ ത്രൂ ദ ലോങ് ബോൺ. നേരത്തെ നമ്മൾ സെക്ഷൻ എടുക്കാതെ നോക്കി, ജസ്റ്റ് അങ്ങനെ അപ്പർ എൻഡ് എപ്പിഫൈസിസ്, ലോവർ എൻഡ് എപ്പിഫൈസിസ്, മിഡിൽ ഡയാഫൈസിസ് ഉണ്ടെന്ന് പറഞ്ഞു, എപ്പിഫൈഷ്യൽ പ്ലേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ മെറ്റാഫൈസിസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ നമ്മൾ സെക്ഷൻ എടുത്തു. സെക്ഷൻ എടുത്തിട്ട് എപ്പിഫൈസിസ്, അപ്പർ എപ്പിഫൈസിസ്, ലോവർ എപ്പിഫൈസിസ്, ഡെവലപ്ഡ് ഫ്രം സെക്കൻഡറി ഓസിഫിക്കേഷൻസ് ആൻഡ് ദേ ഹാവ് സ്പോഞ്ചി ബോൺ എന്ന് പറഞ്ഞു. The shaft, that is the diaphysis, it has compact bone that is developed from the primary ossification section. Periosteum is the covering, outer covering of the bone. Cortex, immediately beneath the periosteum is the cortex. So cortex കഴിഞ്ഞിട്ട് വരുന്നതാണ് endosteum. ഇവിടെ കാണുന്ന പിങ്ക് ലൈനാണ് എൻഡോസ്റ്റിയം. അതായത് ഈ ക്യാവിറ്റിക്ക് മുൻപ് വരുന്ന ഇതാണ് എൻഡോസ്റ്റിയം. പിന്നെയോ നാരോ ക്യാവിറ്റി, ഇതാണ് നാരോ ക്യാവിറ്റി. ഈ ഓറഞ്ച് കളറുള്ള നാരോ ക്യാവിറ്റിയാണ്. പിന്നെ ബോൺ മാരോ, ഈ നാരോ ക്യാവിറ്റിയിലുണ്ട്, ഇറ്റ് കണ്ടെയ്ൻസ് ദ ബോൺ മാരോ. അപ്പോൾ നമുക്ക് ആ ബോൺ മാരോ രണ്ട് ടൈപ്പ് ആയിട്ടുണ്ട്. റെഡ് ബോൺ മാരോ ഉണ്ട്, യെല്ലോ ബോൺ മാരോ ഉണ്ട്. അപ്പോൾ യങ് ബോൺസിൽ മാരോ ക്യാവിറ്റി കണ്ടെയ്ൻസ് റെഡ് മാരോ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ബ്ലഡ് ടിഷ്യൂസ്, ബ്ലഡ് ഫോമിംഗ് സെൽസ് ഉണ്ട്. ബട്ട് ലേറ്റർ വെൻ യു ബിക്കം അഡൾട്ട്സ് the red bone marrow becomes yellow marrow because of deposition of fat, adipocytes. ഈ റെഡ് ബോൺ മാരോ ഓൺലി വിൽ ബി കോൺസെൻട്രേറ്റഡ് ടുവേർഡ്സ് ദി അപ്പർ ആൻഡ് ലോവർ എപ്പിഫൈസിസ് അഡൾട്ട്സിൽ. അപ്പോൾ യങ് സബ്ജക്ട്സിൽ മൊത്തം റെഡ് ബോൺ മാരോ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഫോമിങ് സെല്ല്, അതെല്ലാം ഹിമോപോയസിസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ മൊത്തമായിട്ട് റെഡ് ആയിരിക്കും. അഡൾട്ട്സിലാവുമ്പോൾ ഈ റെഡ് ബോൺ മാരോ ബിക്കംസ് യെല്ലോ ബോൺ മാരോ ബിക്കോസ് ദീസ് റെഡ് ബ്ലഡ് സെൽ ഫോമിങ് സെൽ ഇതെല്ലാം ദേ ആർ ഗെറ്റിംഗ് റിപ്ലേസ്ഡ് ബൈ ഫാറ്റ്, അതായത് അഡിപ്പോസൈറ്റ്സ്, എക്സെപ്റ്റ് ഫോർ ദ ഏരിയ ഇവിടെ, അതായത് വെരി ക്ലോസ് ടു ദ എപ്പിഫൈസിസ്. ഇവിടെ മാത്രം കുറച്ച് റെഡ് ബോൺ മാരോ ഉണ്ടാവും. ഇൻ ബിറ്റ്വീനിൽ ഇറ്റ് വിൽ ബി മെജോറിറ്റി വിൽ ബി യെല്ലോ ബോൺ മാരോ ഇൻ അഡൾട്ട്സ്. ഇനി ഇങ്ങനെ ബോൺസ് ലോങ് ലെങ്ത്, അതായത് ഗ്രോത്ത് ആവുന്നത്. So mainly it is by the elongation of the diaphysis. Mainly length wise വലുപ്പം കൂടുന്നത് എങ്ങനെയാണ്? Elongation of the diaphysis with the epiphysis at the growing bone. Okay, so അതാണ് മെയിൻ ആയിട്ട്. ലെങ്ത് elongation ആണ്, diaphysis elongation ആണ്, epiphysis contribute ചെയ്യും. So ends of the epiphysis are covered with hyaline cartilage that is known as articular cartilage. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ബോണ് മേലെയും താഴെയും അതൊരു ജോയിന്റ് ഫോം ചെയ്യും. അപ്പോൾ ഏത് ഒരു ബോണുണ്ട്, ഇപ്പോൾ ഇതൊരു ജോയിന്റ് ആണെന്ന് വിചാരിക്കുക, അതായത് നീ ജോയിന്റ് ആണ് വിചാരിക്കുക. ഇവിടെ ഫീമറുണ്ട്, ടിബിയുണ്ട്, ടിബിയും ഫീമറും ഞാൻ ആർട്ടിക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ അടുത്തടുത്ത് വരുന്ന സർഫേസസ് ആർ കവേർഡ് ബൈ ഹയലിൻ കാർട്ടിലേജ്, ആർട്ടിക്കുലർ കാർട്ടിലേജ്. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, കാരണം സിനോവിയൽ ജോയിന്റ് ആണ്. സോ ദിസ് സർഫേസ് ഓഫ് ദ ബോൺ ആൻഡ് ദിസ് സർഫേസ് ഓഫ് ദ ബോൺ വിച്ച് കം ഇൻ കോൺടാക്ട്, they do not come in contact but are very close by, and this surface are covered by cartilage. There is a hyaline cartilage known as articular cartilage. The longitudinal growth of long bone. The longitudinal growth of long bones is a result of endochondral ossification at the epiphyseal ends. അതായത് ലെങ്ത് വൈസ് ഇപ്പോൾ ലോങ് ബോൺസ് ഇപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ? ഫീമേഴ്സ്, റേഡിയസ് ആകുന്ന ഫീമർ, ടിബിയ, ഫിബിയ, ഇതിൻ്റെ എല്ലാത്തിനും ലെങ്ത് വൈസ് ഇൻക്രീസ് ആവാൻ കാരണം എന്താണ്? എൻഡോകോൺഡ്രൽ ഓസിഫിക്കേഷൻ ആണ്. അപ്പോൾ ലോങ് ബോൺസ് എല്ലാം ഫോം ആവുന്നത് എൻഡോകോൺഡ്രൽ ഓസിഫിക്കേഷൻ ആണ്. അത് നമുക്ക് ഇന്റർ റിലേറ്റ് ചെയ്യാവുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബ്ലഡ് സപ്ലൈ ഓഫ് ലോങ് ബോൺ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഏത് ടിഷ്യൂ ആയിക്കോട്ടെ അതിന് നമുക്ക് ന്യൂട്രീഷൻ കൊടുക്കണം. ന്യൂട്രീഷൻ കൊടുക്കാനായിട്ട് ബ്ലഡ് വെസൽസ് വേണം. അപ്പോൾ ലോങ് ബോണിൻ്റെ ബ്ലഡ് വെസൽസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഫ്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ ഓരോ പാർട്ട് എപ്പിഫൈസിസിന്, മെറ്റാഫൈസിസിന്, പിന്നെ പെരിയോസ്റ്റിയത്തിന്, അവിടെ മെറ്റാഫൈസിന്, അവിടെയൊക്കെ ബ്ലഡ് വെസൽസ് ഉണ്ട്. ദീസ് ബ്ലഡ് വെസൽസ് ആർ ഗോയിങ് ടു സപ്ലൈ ദ ലോങ് ബോൺ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ന്യൂട്രിയൻ്റ് ആർട്ടറി. ന്യൂട്രിയൻ്റ് ആർട്ടറി നമുക്ക് ഇവിടെ കാണാം.
ഇതാണ് ന്യൂട്രിയൻ്റ് ആർട്ടറി. ഇത് നോക്കാം. ഈ ന്യൂട്രിയൻ്റ് ആർട്ടറി നേരെ ഇങ്ങനെ ഷാഫ്റ്റ്, അതായത് ഡയഫൈസിസിൽ ഒരു ഓട്ട ഉണ്ടാവും. ഓൾവേസ് ദർ ഈസ് ആൻ ഓപ്പണിംഗ് ഇൻ ദ ഡയഫൈസിസ്, ദാറ്റ് ഈസ് നോൺ ആസ് ദ ന്യൂട്രിയൻ്റ് ഫോറാമൻ. ഡയഫൈസിലുള്ള ഒരു ഫോറാമൻ, എനി യു ടേക്ക് എനി ബോൺ, എനി ലോങ് ബോൺ, ആ ബോണിൽ എവിടെയെങ്കിലും, അതായത് ഷാഫ്റ്റിൽ ഒരു ഹോൾ ഉണ്ടാവും. അതാണ് ന്യൂട്രിയൻ്റ് ഫോറാമൻ. ന്യൂട്രിയൻ്റ് ഫോറാമൻ എന്തിനാണ് വേണ്ടിയിട്ടാണ്? ന്യൂട്രിയൻ്റ് ആർട്ടറിക്ക് അകത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ന്യൂട്രിയൻ്റ് ആർട്ടറിയാണ് ഒന്നാമത്തെ ആർട്ടറി. ബ്ലഡ് സപ്ലൈ, മെയിൻ ബ്ലഡ് സപ്ലൈ ടു ദ ലോങ് ബോൺ ഈസ് ബൈ ന്യൂട്രിയൻ്റ് ആർട്ടറി. അപ്പോൾ ഈ ന്യൂട്രിയൻ്റ് ആർട്ടറി പെരിയോസ്റ്റിയം, കോർട്ടെക്സ്, എൻഡോസ്റ്റിയം, എന്നിട്ട് മെഡുല്ല ക്യാവിറ്റിക്ക് പോകും. അവിടെ പോയിട്ട് അതിൽ അപ്പർ ബ്രാഞ്ച് ലോവർ ബ്രാഞ്ച് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഇറ്റ് വിൽ ഗീവ് സെവറൽ ബ്രാഞ്ചസ് ആൻഡ് ദേ വിൽ ഗോ ടുവേർഡ്സ് ദി എപ്പിഫൈസിസ്, മെറ്റാഫൈസിസ്. അവിടെ വരെ പോയിട്ട് ഇത് സപ്ലൈ ചെയ്യും. എപ്പിഫൈസിസ് വരെ വരില്ല, ബട്ട് മോസ്റ്റ്ലി നമ്മുടെ മെറ്റാഫൈസിസ് വരെ ന്യൂട്രിയൻ്റ് ആർട്ടറി സപ്ലൈ ചെയ്യും. ഇനി അടുത്ത ആർട്ടറി എന്താണ്? മെറ്റാഫൈസിയൽ ആർട്ടറി. ഏതാണ് മെറ്റാഫൈസിയൽ ആർട്ടറി? മെറ്റാഫൈസിയൽ ആർട്ടറി എന്തിനെ സപ്ലൈ ചെയ്യുമായിരിക്കും? ഇറ്റ് വിൽ സപ്ലൈ ദ മെറ്റാഫൈസിസ്. എവിടെയാണ് ഇതെന്ന് നോക്കാം. മെറ്റാഫൈസിയൽ ആർട്ടറി കണ്ടില്ലേ? ഇതാണ് മെറ്റാഫൈസിസ്. സോ ഇവിടെ കാണുന്ന ഈ കുഞ്ഞു കുഞ്ഞു ആർട്ടറീസ് ഉണ്ടല്ലോ, ഇവിടെ വരുന്നതാണ് മെറ്റാഫൈസിയൽ ആർട്ടറി. ഈ മെറ്റാഫൈസിയൽ ആർട്ടറീസ് എന്ത് ചെയ്യുന്നത്? അനസ്റ്റമോസ് between the epiphyseal and metaphyseal arteries after epiphyseal fusion. So metaphyseal arteries are basically, they are going to supply the metaphysis region. ഇവിടെ കാണുന്നതാണ് ഇതാണ് മെറ്റാ, അതായത് ഈ ന്യൂട്രിയൻ്റ് ആർട്ടറീസ് ഉണ്ടല്ലോ, അത് അപ്പർ ആൻഡ് ലോവർ ഡിവിഷൻ ആവും. എന്നിട്ട് ദേ പാസ് ടുവേർഡ്സ് ദ മെറ്റാഫൈസിസ്. ഞാൻ പറഞ്ഞു ദേ ഗോ ഓൾമോസ്റ്റ് അപ്പ് ടു ദ മെറ്റാഫൈസിസ്. എന്നിട്ടാണ് ദേ ബിക്കം ദി മെറ്റാഫൈസിയൽ ആർട്ടറി. ഇവിടെ നോക്കിയാൽ അറിയാം, ഹെയർ പിൻ ബെൻഡ്സ് ഓഫ് മെറ്റാഫൈസിയൽ ആർട്ടറീസ് ബിഫോർ എപ്പിഫൈസിയൽ ഫ്യൂഷൻ. ഓക്കെ, അതായത് ഈ എപ്പിഫൈസിസ് സെക്കൻഡറി സെന്റർ ആണ്, മെറ്റാഫൈസിസ് ഡയാഫൈസിസ് എല്ലാം പ്രൈമറി ഓസ്മോളജി സെന്റർ ആണ്. അപ്പോൾ എപ്പിഫൈസിസും ഡയാഫൈസിസും ഫ്യൂസ് ആവുന്നതിന് മുമ്പ് ഈ മെറ്റാഫൈസിയൽ ആർട്ടറീസ് ഹെയർ പിൻ ബെഡ്സ് ആയിട്ട് ഫോം ചെയ്യും. ഇവിടെ ലൂപ്പ് പോലെ കാണാം. ഇനി എപ്പിഫൈസിസും ഡയാഫൈസിസും ഫ്യൂസ് ആയതിനു ശേഷം നമ്മളുടെ മെറ്റാഫൈസിയൽ ആർട്ടറിയും ഈ എപ്പിഫൈസിയൽ ആർട്ടറിയും അനസ്റ്റമോസ് ആവും. അനസ്റ്റമോസ് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ എപ്പിഫൈസിയൽ ആൻഡ് മെറ്റാഫൈസിയൽ ആർട്ടറി ഫ്യൂസ് ആയി കഴിഞ്ഞാൽ അപ്പർ എൻഡ് ലോവർ എൻഡ് ഷാഫ്റ്റ്, ഈ അപ്പർ എൻഡും ലോവർ എൻഡും ഷാഫ്റ്റും ഉണ്ടല്ലോ ഒരു ലോങ് ബോൺ ഫോം ചെയ്യുമ്പോൾ, അപ്പോൾ അപ്പർ എൻഡ് ഫ്യൂസസ് വിത്ത് ദ ഷാഫ്റ്റ്, ലോവർ എൻഡ് ഫ്യൂസസ് വിത്ത് ദ ഷാഫ്റ്റ്. ഈ ഫ്യൂഷൻ ആയതിനു ശേഷം എപ്പിഫൈസിയൽ ആർട്ടറി മെറ്റാഫൈസിയൽ ആർട്ടറി അനസ്റ്റമോസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. അതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ആർട്ടറി. ഇനി വരുന്നത് എപ്പിഫൈസിയൽ ആർട്ടറി. അപ്പോൾ ഈ എപ്പിഫൈസിയൽ ആർട്ടറി ആർ ഗോയിങ് ടു ബേസിക്കലി സപ്ലൈ ദ എപ്പിഫൈസിസ്. ഇതാണ് എപ്പിഫൈസിയൽ ആർട്ടറി. ഇവിടെ കാണും, ഇതാണ് എപ്പിഫൈസിയൽ ആർട്ടറി. You can see they are going to supply the epiphysis of a long bone. Okay. ഇനി ഈ എപ്പിഫൈസിയൽ ആർട്ടറി എന്ത് സംഭവിക്കും? ഈ മെറ്റാഫൈസിയൽ ആർട്ടറിയുമായിട്ട് അനസ്റ്റമോസ് ചെയ്യും. എപ്പോഴാണ് അനസ്റ്റമോസിസ് ആവുന്നത്? എപ്പിഫൈസിസും ഡയാഫൈസിസും ഫ്യൂസ് ആയതിനു ശേഷം, ദാറ്റ് ഈസ് എപ്പിഫൈസിയൽ, ആഫ്റ്റർ എപ്പിഫൈസിയൽ ഫ്യൂഷൻ. ഇനി അവസാനത്തെ ഒരു സെറ്റ് ഓഫ് ആർട്ടറീസ് ആണ് പെരിയോസ്റ്റിയൽ ആർട്ടറി. ഈ പെരിയോസ്റ്റിയൽ ആർട്ടറി ഇവിടെ നോക്കാം. ഇതാണ് പെരിയോസ്റ്റിയൽ ആർട്ടറീസ്. ഇത് മൊത്തം പെരിയോസ്റ്റിയം ആണല്ലോ. ഈ ഞാൻ പേരിലോ ചെയ്യുന്ന പോർഷനാണ് പെരിയോസ്റ്റിയം. ഈ പെരിയോസ്റ്റിയമിനെ സപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് സൈഡിലും കുറേ കുഞ്ഞു കുഞ്ഞു ആർട്ടറീസ് കാണാം. ഇതൊരു പെരിയോസ്റ്റിയൽ ആർട്ടറി, അനദർ പെരിയോസ്റ്റിയൽ ആർട്ടറി, പെരിയോസ്റ്റിയൽ ആർട്ടറി, പെരിയോസ്റ്റിയൽ ആർട്ടറി. നമുക്ക് രണ്ട് സൈഡിലും കാണാം ഇങ്ങനെ. ഇതെല്ലാം പെരിയോസ്റ്റിയൽ ആർട്ടറിയാണ്. which are going to supply the periosteum. They will not penetrate into the substance of the bone. They will supply only the periosteum. അപ്പോൾ ഈ periosteal arteries, they are going to basically supply the periosteum. കാണാലോ, all the small branches are the periosteal arteries. 300. Okay. So അതാണ് ബ്ലഡ് സപ്ലൈ ഓഫ് ബോൺ. എന്തൊക്കെയാണ് ബ്ലഡ് സപ്ലൈ? ഇവിടെ ന്യൂട്രിയൻ്റ് ആർട്ടറി മെയിൻ ആർട്ടറിയാണ്. പിന്നെ നമുക്ക് മെറ്റാഫൈസിയൽ ആർട്ടറി വിച്ച് സപ്ലൈ മെറ്റാഫൈസിസ്. അതേപോലെയാണ് ന്യൂട്രിയൻ്റ് ആർട്ടറി തന്നെ ഡിവൈഡ് ആയിട്ട് മുകളിലോട്ട് താഴോട്ടും ബ്രാഞ്ചായി മെറ്റാഫൈസിയൽ ആർട്ടറി ഫോം ചെയ്യുന്നതാണ് വിച്ച് ആർ ഗോയിങ് ടു സപ്ലൈ ദ മെറ്റാഫൈസിസ്. പിന്നെ എപ്പിഫൈസിയൽ കാർട്ടിലേജിൽ പ്ലേറ്റ് ഓഫ് കാർട്ടിലേജ്, അതിന് നമുക്ക് എന്താ മെറ്റാഫൈസിയൽ ആർട്ടറി കൊടുക്കും, എപ്പിഫൈസിയൽ ആർട്ടറി. ഇതിൻ്റെ അനസ്റ്റമോസിസ് ഇവിടെ വരുമല്ലോ, അപ്പോൾ ആണ് എപ്പിഫൈസിയൽ പ്ലേറ്റിന് ബ്ലഡ്. അപ്പോൾ രണ്ടാമത്തെ ആർട്ടറി മെറ്റാഫൈസിയൽ, പിന്നെ എപ്പിഫൈസിയൽ ആർട്ടറി ദാറ്റ് സപ്ലൈസ് ദ ഇത് എന്താണ് എപ്പിഫൈസിസ്. പിന്നെ പെരിയോസ്റ്റിയൽ ആർട്ടറി സപ്ലൈ ദ പെരിയോസ്. ഇതാണ് ബ്ലഡ് സപ്ലൈ ഓഫ് ലോങ്. നമുക്ക് ന്യൂട്രിയൻ്റ് ആർട്ടറിയെ പറ്റി നോക്കാം. ന്യൂട്രിയൻ്റ് ആർട്ടറി ഇസ് മെയിൻ ആർട്ടറിയാണ്. ഇതിവിടെ കാണുന്ന ഈ ആരോ മാർക്കറ്റിട്ടുള്ളതാണ് ന്യൂട്രിയൻ്റ് ആർട്ടറി. അപ്പോൾ ഈ ന്യൂട്രിയൻ്റ് ആർട്ടറി സംഭവിക്കുന്നത്
It penetrates through the nutrient foramen. They pass through the medullary arteries. Medullary artery then they form radial branches. അതായത് ഇവിടെ കാണാം ഈ ആരോ മാർക്ക് പോകുന്ന ഡയറക്ഷനിലൊക്കെ ഈ ന്യൂട്രിയൻ്റ് ആർട്ടറീസ് പോകും. ദേ ഫോം കോർട്ടിക്കൽ കാപ്പിലറീസ്. പിന്നെ ഈ പെരിയോസ്റ്റൽ വെന്യൂൾസ് ആയിട്ട് പുറത്തോട്ട് പോകും. ഇവിടെ കാണുന്ന ബ്ലൂ ആരോ ആണ്. അപ്പോൾ ഈ റെഡ് ആരോ ആണ് ന്യൂട്രിയൻ്റ് ആർട്ടറി അകത്തേക്ക് പോകുന്നത്. എന്നിട്ട് അത് എല്ലാം സപ്ലൈ ചെയ്യും, ബ്രാഞ്ച് ആവും. പിന്നെ നമുക്കറിയാം ആർട്ടറി ഒരു വശത്ത് ആർട്ടീരിയോൾ ആവും, പിന്നെ കാപ്പിലറി ഫോം ചെയ്യും. കാപ്പിലറിയുടെ മറ്റേ വശത്ത് എന്തുണ്ട്, വെന്യൂൾ വരും. വെന്യൂൾ പിന്നെ വെയിനായി മാറും. അപ്പം ആർട്ടറി കാപ്പിലറിയിലോട്ട് വന്നിട്ട് കാപ്പിലറിയിൽ നമുക്ക് വെയിൻസ് ആയിട്ട് പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ അകത്തേക്ക് വരുന്ന റെഡ് ആരോ ആണ് ന്യൂട്രിയൻ്റ് ആർട്ടറി. പിന്നെ പുറത്തേക്ക് വരുന്നതാണ് പെരിയോസ്റ്റിയൽ വെന്യൂൾസ് എന്ന് പറയും. അതായത് ന്യൂട്രിയൻ്റ് ആർട്ടറി വഴി വന്ന ന്യൂട്രീഷൻ, അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡ്, പിന്നെ അവിടെ മെറ്റബോളിക് എല്ലാം കഴിഞ്ഞിട്ട് മെറ്റബോളിസം ഒക്കെ കഴിഞ്ഞിട്ട് the other part of it, that is the deoxygenated blood പുറത്തേക്ക് വരുന്നതാണ് ഈ ബ്ലൂ കളറിൽ. അപ്പോൾ ആർട്ടറിയായിട്ട് അകത്തോട്ട് പോകും, വെയിനായിട്ട് പുറത്തേക്ക് വരും. ന്യൂട്രിയൻ്റ് ആർട്ടറി. സോ ന്യൂട്രിയൻ്റ് ആർട്ടറി എൻറ്റേഴ്സ് ദ ബോൺ ത്രൂ ദ ന്യൂട്രിയൻ്റ് foramen. നേരത്തെ പറഞ്ഞു എനി ബോൺ, ലോങ് ബോൺ you take, it will have a nutrient foramen. എന്നിട്ട് on entering the arteries divides into branches, one for each end of the bone. ആണ് കാണുന്നത്. ഇവിടെ ഒരു ആരോ കാണുന്നുണ്ട്. എന്നിട്ട് അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഒരു ബ്രാഞ്ച് മുകളിലേക്കും ഒരു ബ്രാഞ്ച് താഴേക്കും പോകുന്നു. അതാണ് സൂൺ ഡിവൈഡ്സ് ഇൻടു 2 ബ്രാഞ്ചസ്, വൺ ഫോർ ഈച്ച് എൻഡ് ഓഫ് ദ ബോൺ. അതായത് ഒന്ന് അപ്പർ എൻഡിലേക്ക്, ഒന്ന് ലോവർ എൻഡിലേക്ക്. പിന്നെയോ ഈച്ച് ആർട്ടറി അഗെയിൻ ബ്രേക്സ് അപ്പ് ഇൻടു സ്മോളർ പാരലൽ ബ്രാഞ്ചസ് വിച്ച് റൺ ഇൻടു ദ മെറ്റാഫൈസിസ്, where they freely anastomose with the terminal branches of metaphyseal arteries. അപ്പോൾ മെറ്റാഫൈസിലേക്ക് മാത്രമായിട്ട് മെറ്റാഫൈസിയൽ ആർട്ടറി സെപ്പറേറ്റ് ആയിട്ട് വരും. അത് നെയ്ബറിംഗ് ആർട്ടറീസ് ആണ് വരുന്നത്. പിന്നെ ഈ ന്യൂട്രിയൻ്റ് ആർട്ടറി മുകളിലേക്ക് അപ്പർ ആൻഡ് ലോവർ ലെൻഡ് ദേ ഗോ ഓൾമോസ്റ്റ് അപ് ടു ദ മെറ്റാഫൈസിയൽ, ഓർ ഇവിടെ ഓൾമോസ്റ്റ് അപ് ടു ദ മെറ്റാഫൈസിയൽ. എന്നിട്ടോ ദേ അനസ്റ്റമോസ് വിത്ത് ദ ടെർമിനൽ ബ്രാഞ്ചസ് ഓഫ് മെറ്റാഫൈസിയൽ ആർട്ടറീസ്. ഓക്കെ, എന്നിട്ട് they give radial branches that enter the Haversian canal and Fockman's canal. ഇവിടെ കാണുന്നത് എല്ലാം ഈ സ്പ്രിംഗ് പോലെ കാണുന്നത് റേഡിയൽ ആർട്ടറീസ്. ഈ എറോ കാണുന്നത് റേഡിയൽ ആർട്ടറീസ് ആണ്, അറൗണ്ട് ദ ബോൺ. ഇതാണ് റേഡിയൽ ആർട്ടറീസ്. ഓക്കെ, ഇത് പാസ് ദ Haversian canal. ഇനിയോ പെരിയോസ്റ്റൽ ആർട്ടറി. പെരിയോസ്റ്റിയൽ ആർട്ടറി എന്ന് പറയുമ്പോൾ അതെന്താണ്, പെരിയോസ്റ്റിയത്തിലുള്ള ആർട്ടറിയാണ്. സോ ദേ ആർ ഫൗണ്ട് വിതിൻ ദ പെരിയോസ്റ്റിയം. They end by supplying the superficial portion of the periosteum, അതായത് കോർട്ടക്സ്. സൂപ്പർഫിഷ്യൽ പാർട്ട് ഓഫ് കോർട്ടക്സ് മാത്രം സപ്ലൈ ചെയ്യുന്നത്, ഡീപ്പ് പാർട്ട് ഓഫ് ഇതിനെ സപ്ലൈ ചെയ്യില്ല. അതാണ് പെരിയോസ്റ്റൽ ആർട്ടറി. പിന്നെയോ മെറ്റാഫൈസിയൽ ആർട്ടറി. മെറ്റാഫൈസിയൽ ആർട്ടറിയോ ദേ ആർ സ്മോൾ ആർട്ടറീസ് ആണ്. ദേ ആർ ഡിറൈവ്ഡ് ഫ്രം ദ ആർട്ടീരിയൽ അനസ്റ്റമോസിസ് അറൗണ്ട് ദ ജോയിന്റ്. ഇപ്പോൾ നമ്മൾ എൽബോ ജോയിന്റ് നോക്കുകയാണെങ്കിൽ ദർ ഈസ് ആൻ ആർട്ടീരിയൽ അനസ്റ്റമോസിസ്. അതായത് ആർട്ടറീസ് ഓഫ് ദ ആം, ആർട്ടറീസ് ഓഫ് ദ ഫോർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ബ്രാഞ്ചസ് ആണ് മെറ്റാഫൈസിയൽ ആർട്ടറീസ് ആയിട്ട് മാറുന്നത്. ദേ എൻ്റർ ദ ബോൺ ബൈ പിയർസിംഗ് ഇൻ ദ റീജിയൻ ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് കാപ്സ്യുലാർ ലിഗമെന്റ്. അതായത് ഒരു ജോയിന്റിന് ചുറ്റും ഒരു പാക്കിംഗ് ഉണ്ട്, ഫൈനൽ പാക്ക്. അതാണ് ക്യാപ്സുലാർ ലിഗമെന്റ്. ആ ക്യാപ്സുലാർ ലിഗമെന്റിന്റെ അകത്തുള്ള ചില ഗ്യാപ്പ് വഴി ഈ മെറ്റാഫൈസിയൽ ആർട്ടറീസ് അകത്തേക്ക് പോയിട്ട് മെറ്റാഫൈസിസിനെ സപ്ലൈ ചെയ്യും. പിന്നെ എപ്പിഫൈസിയൽ ആർട്ടറി നമ്മൾ നേരത്തെ പറഞ്ഞു, ദേ ആർ സ്മോൾ ആർട്ടറീസ് ആണ്. അഗെയിൻ ദേ ആർ ഡിറൈവ്ഡ് ഫ്രം ദ ആർട്ടീരിയൽ അനസ്റ്റമോസിസ്. അഗെയിൻ ആർട്ടറിയൽ അനസ്റ്റമോസിസിൽ നിന്ന് വരുന്ന ബ്രാഞ്ചസ് ആണ്. ദേ പെനിട്രേറ്റ് ഇൻടു ദ എപ്പിഫൈസിസ്, ദേ സപ്ലൈ ദ എപ്പിഫൈസിസ്. ഇനി സ്ട്രക്ചർ ഓഫ് ദ ലോങ് ബോൺ നമ്മൾ നോക്കാൻ പോകുന്നത്. ബോൺ നമ്മൾ സെക്ഷൻ എടുക്കുകയാണ്. സെക്ഷൻ എടുത്തിട്ട് അകത്ത് എന്താണ്, ബോണിൻ്റെ അകത്ത് എന്താണ്, അത് മാക്രോസ്കോപ്പിക്കലിയും മൈക്രോസ്കോപ്പിക്കലിയും നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നോക്കും, ഒരു സെക്ഷൻ എടുത്തു. അപ്പോൾ നമുക്ക് രണ്ട് റീജിയൻ കാണാം. വൺ ഈസ് ദ സ്പോഞ്ചി ബോൺ. അതൊരു എന്താ പറയുക, നമ്മൾ തേനിൻ്റെ കൂടില്ലേ അതുപോലെ വരുന്ന ഹണി കോംബ് ലൈക്ക് അപ്പിയറൻസ് ആണ്. പിന്നെ ആ കോമ്പാക്ട് ബോൺ, ഇത് രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞാണ്, കോമ്പാക്ട് ബോൺ ആൻഡ് സ്പോഞ്ചി ബോൺ. ഇവിടെ നോക്കാം, ഇവിടെ വരുന്ന ഈ പോർഷൻ ആണ് കോമ്പാക്ട് ബോൺ. ഈ വൈറ്റ് നല്ല ഹാർഡ് ആൻഡ് ഡെൻസ് ബോൺ ആണ് കോമ്പാക്ട് ബോൺ. ഇതിൻ്റെ അകത്ത് വരുന്ന ഈ നെറ്റ്വർക്ക് ലൈക്ക് മെഷ് പോലെയുള്ളതാണ് സ്പോഞ്ചി ബോൺ. ഇതാണ് സ്പോഞ്ചി ബോൺ. ഓക്കെ, ഇപ്പോൾ ഒരു ലോങ് ബോൺ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോമ്പാക്ട് ബോൺ കാണാം, സ്പോഞ്ചി ബോൺ കാണാം, മെഡുലറി ക്യാവിറ്റി കാണാം, പെരിയോസ്റ്റിയം കാണാം, ഇതൊക്കെയുണ്ട്. അപ്പോൾ കോമ്പാക്ട് ഓർ ഡെൻസ്. സോ ഷാഫ്റ്റ് ഓഫ് ഓൾ ലോങ് ബോൺസ് ഈസ് കവേർഡ് ബൈ കോമ്പാക്ട് ബോൺ. ഓക്കെ,
പിന്നെ സ്പോഞ്ചി ബോൺ ഓർ ക്യാൻസലിയസ് ബോൺ, നമ്മൾ ഇവിടെ ഈ പിക്ചറിന് റിലേറ്റ് ചെയ്ത് നോക്കാം. കോമ്പാക്ട് ബോൺ ഓർ ഡെൻസ് ബോൺ, സ്പോഞ്ചി ഓർ ക്യാൻസലിയസ് ബോൺ. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെയാണ് സ്പോഞ്ചി ബോൺ ഓർ ക്യാൻസലിയസ് ബോൺ. അപ്പോൾ ഒരു ബോൺ നമ്മൾ സെക്ഷൻ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തുണ്ട്, പ്രോക്സിമൽ എപ്പിഫൈസിസ് ഓർ ദി അപ്പർ എപ്പിഫൈസിസ് ഉണ്ട്. എപ്പിഫൈസിനകത്ത് എന്ത് ടൈപ്പ് ഓഫ് ബോൺ എന്നാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഈസ് എ സ്പോഞ്ചി ടൈപ്പ് ഓഫ് ബോൺ. പിന്നെ നമുക്ക് ഡയാഫൈസിസ് ഉണ്ട്. സോ ഡയാഫൈസിസ് ഇസ് ഡെവലപ്ഡ് ഫ്രം പ്രൈമറി ഓസിഫിക്കേഷൻ സെന്റർ. പിന്നെ ഡയാഫൈസിസ് ഒരു സോളിഡ് ബോൺ ആണ്, സോ കോമ്പാക്ട് ബോൺ. പിന്നെ ഡിസ്റ്റൽ എപ്പിഫൈസിസ് നേരത്തെ പറഞ്ഞു, ഡിസ്റ്റൽ എപ്പിഫൈസിസും പ്രോക്സിമൽ എപ്പിഫൈസിസും ഒരേപോലെയാണ്. ദേ ആർ മേഡ് അപ്പ് ഓഫ് സ്പോഞ്ചി ബോൺസ്. അപ്പോൾ ഇവിടെ വരുന്നത് ഇതാണ് മെഡുലറി ക്യാവിറ്റി. മെഡുലറി ക്യാവിറ്റിൻ്റെ അകത്ത് നമുക്ക് ന്യൂട്രിയൻ്റ് ആർട്ടറി, അതിൻ്റെ ബ്രാഞ്ചസ് ഇതൊക്കെ വരും. ഇതിവിടെ നോക്കാം, ഇതൊരു ഹാവർഷ്യൻ കനാലാണ്. അതിനകത്ത് ആർട്ടറീസ് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. They are going to supply different parts of the bone. പിന്നെയോ ഈ ബോൺ എവിടെയാണോ മറ്റേ ബോണുമായിട്ട് ജോയിന്റ് ഫോം ചെയ്യാൻ പോകുന്നത് അവിടെ അതിന് ഇറ്റ് ഈസ് കവർഡ് ബൈ ആർട്ടിക്കുലർ കാർട്ടിലേജ്. പിന്നെ ബിറ്റ്വീൻ ദ മെറ്റാഫൈസിസ് ആൻഡ് ദി എപ്പിഫൈസിസും ഡയാഫൈസിസും തമ്മിൽ എപ്പിഫൈഷ്യൽ ലൈൻ ഉണ്ട്. അവിടെ ഇവിടെയാണ് എപ്പിഫൈഷ്യൽ ലൈൻ. അവിടെ ഒരു ഹൈലിൻ കാർട്ടിലേജ് ഉണ്ട്. ആ ഹൈലിൻ കാർട്ടിലേജ് കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇറ്റ് വിൽ ഫോം മോർ ആൻഡ് മോർ സെൽസ്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഇലോങ്ങേഷൻ. സോ ഔട്ടർമോസ്റ്റ് കവറിംഗ് ഓഫ് ദ ബോൺ ആണ് പെരിയോസ്റ്റിയം. ആ പെരിയോസ്റ്റിയത്തിന് താഴെയുള്ള ഡീപ് ടു ഇറ്റ് ഈസ് ദ കോമ്പാക്ട് ബോൺ. സോ ഇതാണ് കോമ്പാക്ട് ബോൺ. അപ്പുറത്തെ സൈഡിൽ ഞാൻ കളർ ചെയ്ത് കാണിച്ചു തരാം. സോ ഇതാണ് കോമ്പാക്ട് ബോൺ. കോമ്പാക്ട് ബോൺ അപ്പുറത്തും ഇപ്പുറത്തുണ്ട്. നടുവിൽ മെഡുലറി ക്യാവിറ്റിയാണ്. ഇതാണ് മെഡുലറി ക്യാവിറ്റി. മെഡുലറി ക്യാവിറ്റി യങ് സബ്ജക്റ്റിലാണ് റെഡ് ബോൺ മാരോ ഉണ്ടാവും. ബിക്കോസ് ഹീമോപോയസിസ് നടന്നുകൊണ്ടിരിക്കുന്നത് വെരി റിച്ച് ബ്ലഡ് സപ്ലൈ ഉണ്ടാവും. അഡൽട്സിലാവുമ്പോൾ ദിസ് പോർഷൻ ഈസ് റീപ്ലേസ്ഡ് ബൈ വാട്ട് യു കോൾ ദി യെല്ലോ ബോൺ മാരോ ബിക്കോസ് ഇറ്റ് വിൽ കണ്ടെയ്ൻ, ഇവിടെയാണ് ദിസ് ഏരിയ യെല്ലോ ബോൺ മാരോ ഇറ്റ് വിൽ കണ്ടെയ്ൻ ഫാറ്റ്. ഇനി ബോൺ ടിഷ്യൂ നമുക്ക് നോക്കാം. അപ്പോൾ രണ്ടായിട്ടാണ് നമ്മൾ പറയുന്നത്, കോമ്പാക്ട് ബോൺ ആൻഡ് സ്പോഞ്ചി ബോൺ. ഇതിൽ നമുക്ക് കോമ്പാക്ട് ബോൺ സ്ട്രക്ചർ അറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ കോമ്പാക്ട് ബോൺ ആസ് എ നെയിം ഇൻഡിക്കേറ്റ്സ് ഇറ്റ് ഈസ് എ ഹെവി ബോൺ ആണ്, ഡെൻസ് ബോൺ ആണ്, പിന്നെയോ സ്ട്രോങ് ബോൺ ആണ്, അപ്പോൾ ടിഷ്യൂ ആണ്. ഈ കോമ്പാക്ട് ബോൺ കവേഴ്സ് ദി കംപ്ലീറ്റ് ബോൺ. മൊത്തമായിട്ട് കവർ ചെയ്യും. കോമ്പാക്ട് ബോൺ മൊത്തമായിട്ട് കവർ ചെയ്യും ഷാഫ്റ്റും എപ്പിഫൈസിൻ്റെ അകത്ത്. പക്ഷേ എപ്പിഫൈസിൻ്റെ അകത്ത് ഡീപ്പിലാണ് നമുക്ക് എന്തുള്ളത്, സ്പോഞ്ചി ബോൺ ഉള്ളത്. മൊത്തമായിട്ട് കവർ ചെയ്യും കോമ്പാക്ട് ബോൺ. പക്ഷെ അപ്പർ എപ്പിഫൈസിസ് ലോവർ എപ്പിഫൈസ് നമ്മൾ ആ കവറിങ് പൊളിച്ച് അകത്ത് പോവുകയാണെങ്കിൽ സ്പോഞ്ചി ചെയ്യണം. പിന്നെ ഇറ്റ് ഈസ് തിക്കസ്റ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഷാഫ്റ്റ്. ദാറ്റ് ഈസ് ഡയാഫൈസിൻ്റെ ഏറ്റവും തിക്കാണ്. ഈ പോർഷനിൽ നല്ലോണം തിക്കാണ്. അപ്പോൾ ഇവിടെ എപ്പിഫൈസിസിൽ അത് വളരെ തിന്നാണ്. ഇനി വരുന്ന ക്യാൻസലിയസ് ബോൺ ഓർ നമ്മൾ അതിനെ ഓൾസോ കോൾഡ് ആസ് സ്പോഞ്ചി ബോൺ എന്ന് പറയും. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് ഹണികോംഡ് അപ്പിയറൻസ് ആണ്. ഈ ക്യാൻസലിയസ് ബോൺ ഈസ് സ്ട്രോങ് ഹാർഡും ആണ്. ഓക്കെ, അത് സെപ്പറേറ്റ്, അതിന് തമ്മിൽ ഗ്യാപ്പ് ഉണ്ട് എങ്കിലും മെഷ് വർക്ക് പോലെയാണ്, നെറ്റ്വർക്ക് പോലെയാണ് എങ്കിലും അതിനൊരു ഹാർഡ്നെസ് ഉണ്ട്. ആൻഡ് ദേ അലോ ഫോർ ഇൻക്രീസിങ് സൈസ് വിതൗട്ട് ഇൻക്രീസിങ് ദ വെയിറ്റ്. മെയിൻലി എവിടെയാണ് ഇറ്റ്സ് ഫൗണ്ട് ഇൻ ദ എൻഡ് ഓഫ് ദ ബോൺസ്. അതായത് അപ്പർ എപ്പിഫൈസിസ് ലോവർ എപ്പിഫൈസിസിൽ നമുക്ക് സ്പോഞ്ചി ബോൺ ഓർ ക്യാൻസലിയസ് ബോണിനെ കാണാം. ഈ ബോണിൻ്റെ മെയിൻ ഫംഗ്ഷൻ ഇൻക്രീസ് ദ സർഫേസ് ഏരിയ ടു ഫോം മോർ സ്റ്റേബിൾ ജോയിൻറ്റ്സ്. അത് ജോയിൻറ്റ്സിലാണ്. അപ്പർ എപ്പിഫൈസിസും ലോവർ എപ്പിഫൈസിസും ആണ് ഒരു ജോയിൻറ്റ് ഫോം ചെയ്യുന്നത്. അത് ജോയിൻറ്റ് ഫോം ചെയ്യുന്ന ആ പോർഷനിലുള്ളത്. അപ്പം ദർ ഗോയിങ് ടു ഇൻക്രീസ് ദ സർഫേസ് ഏരിയ ടു ഫോം മോർ സ്റ്റേബിൾ ജോയിൻറ്റ്. ഇതാണ് ഹിസ്റ്റോളജി. കോമ്പാക്ട് ബോൺ സ്പോഞ്ചി ബോണിൻ്റെ ഹിസ്റ്റോളജിയാണ്. നമുക്ക് കോമ്പാക്ട് ബോണിൻ്റെ ഹിസ്റ്റോളജി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോമ്പാക്ട് ബോൺ നമ്മൾ രണ്ട് സെക്ഷൻ ഉണ്ട്. അതായത് TS ഉണ്ട്, LS ഉണ്ട്. ഇവിടെ കാണുന്ന TS ആണ്. LS ഞാൻ കാണിച്ചു തരാം. ഇത് TS, അതായത് ട്രാൻസ്ഫർ സെക്ഷൻ. ബോൺ ഇങ്ങനെയാണ്, ബോൺ ഇങ്ങനെ കട്ട് ചെയ്ത് ട്രാൻസ്ഫർ സെക്ഷൻ ഓഫ് ദ ബോൺ. അപ്പോൾ നമുക്ക് കാണുന്നത് ഹാവിഷ്യൻ സിസ്റ്റം അല്ലെങ്കിൽ ഓസ്റ്റിയോൺസ് എന്ന് പറയും. ഇവിടെ കാണാമല്ലോ, ഈ സർക്കുലർ ഏരിയാസ് ആണ് ഒരു ഹാവിഷ്യൻ കനാൽ. നിങ്ങൾ +2 പഠിച്ചിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. സോ ഹാവിഷ്യൻ സിസ്റ്റം ഉണ്ട്. ഹാവിഷ്യൻ സിസ്റ്റമിൻ്റെ സെൻട്രൽ ഹാവിഷ്യൻ കനാലുണ്ട്. അതിന് ചുറ്റും ബോൺസ് ആർ ഫോംഡ് ഇൻ ലെയേഴ്സ്. ഇവിടെ കാണുന്ന ഈ കുഞ്ഞു കുഞ്ഞ് ഡാർക്ക് ഡോട്ട്സ് ഉണ്ടല്ലോ, ദോസ് ആർ ദ ഓസ്റ്റിയോസൈറ്റ്സ് ആണ്. ഓക്കെ, സോ ഓസ്റ്റിയോസൈറ്റ്സ് are present between the bone lamellae.
സോ അതിന് നമുക്ക് ലാമെല്ലേ, കോൺസെൻട്രിക് ലാമെല്ലേ ഉണ്ട്, പിന്നെ സർക്കംഫറൻഷ്യൽ ലാമെല്ലേ ഉണ്ട്, പിന്നെ പെരിഫറൽ ലാമെല്ലേ ഉണ്ട്. ഇതൊക്കെ നമുക്ക് നിങ്ങൾ വന്നതിന് ശേഷം ഇവിടെ വരച്ച് നോക്കാം. നിങ്ങളിപ്പോൾ വായിക്കുക കോമ്പാക്ട് ബോൺ. അപ്പോൾ ബേസിക്കലി കോമ്പാക്ട് ബോൺ നമ്മൾ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഹാവർഷ്യൻ സിസ്റ്റം കാണാം. ഈ ഹാവർഷ്യൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഹാവർഷ്യൻ കനാൽ ഉണ്ട്. ആ ഹാവർഷ്യൻ കനാലിന്റെ ചുറ്റും ബോണിന്റെ ലെയേഴ്സ് ലാമെല്ലേ എന്ന് പറയും. ഈ ലാമെല്ലേ ആർ കോൺസെൻട്രിക്കലി അറേഞ്ച്ഡ്. രണ്ട് ഹാവർഷ്യൻ കനാലിന്റെ നടുവിൽ നമുക്ക് ഇന്റർസ്റ്റിഷ്യൽ ലാമെല്ലേ വരും. ഈ ഇന്റർസ്റ്റിഷ്യൽ ലാമെല്ലേ ഒരു കണ്ടിന്യൂസ് സർക്കിൾ അല്ല, ചെറിയൊരു പോർഷനാണ്. ഇങ്ങനെ മൊത്തം ഹാവർഷ്യൻ കനാൽ ഒത്തിരി ഉണ്ട്. അതിന്റെ പെരിയോസ്റ്റിയത്തിന്റെ അടുത്തും എൻഡോസ്റ്റിയത്തിന്റെ അടുത്ത് വരുമ്പോൾ വരുന്ന ലാമെല്ലയുടെ പോർഷനാണ് നമ്മൾ പെരിഫറൽ ഓർ ഔട്ടർ സർക്കംഫറൻഷ്യൽ ലാമെല്ലേ എന്ന് പറയുന്നത്. ഇനി ഈ ഹാവർഷ്യൻ കനാൽസ് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അക്രോസ്, ദാറ്റ് ഈസ് കോൾഡ് ഫോക്മാൻസ് കനാൽ. ഈ ലാമെല്ലയുടെ നടുവിൽ നമുക്ക് ഓസ്റ്റിയോസൈറ്റ്സിനെ കാണാം. ഈ ഓസ്റ്റിയോസൈറ്റ്സ് ആർ പ്രസന്റ് ഇൻസൈഡ് വാട്ട് ഈസ് നോൺ ആസ് ലാക്യുനെ. ഇതൊരു ലാക്യുന എന്നുള്ളൊരു സ്പേസ് ആണ്, അതിൻ്റെ അകത്താണ് ഓസ്റ്റിയോസൈറ്റ്സ് ഉള്ളത്. ഈ ഓരോ സ്പേസും മറ്റേ സ്പേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ കമ്മ്യൂണിക്കേഷനെ നമ്മൾ കനാലിക്കുലൈ എന്ന് പറയും. അപ്പോൾ ഇതാണ് സ്ട്രക്ചർ ഓഫ് കോമ്പാക്ട് ബോൺ. സ്പോഞ്ചിബിൾ സ്ട്രക്ചർ നമുക്ക് ഫ്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂ വേണ്ട, എന്നാലും ഇവിടെ നോക്കുക. ഇവിടെ ചെറിയൊരു പ്ലേറ്റ് ഉണ്ട്, പ്ലേറ്റ് ഓഫ് ബോൺ ഉണ്ട്. ഇൻ ബിറ്റ്വീനിൽ നല്ലോണം സ്പേസ് ഉണ്ട്. ആ സ്പേസസ് ആർ ഫിൽഡ് ബൈ ബോൺ മാരോ. യങ് ആണെങ്കിൽ റെഡ് ബോൺ മാരോ, അഡൾട്ട് ആണെങ്കിൽ യെല്ലോ ബോൺ മാരോ. ഇപ്പോൾ കോമ്പാക്ട് ബോണിന്റെ സ്ട്രക്ചർ ഒന്ന് പഠിക്കാം, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻറ്റ്. ഇനി ഇത് കേസ് ഇനി LS എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹാവർഷ്യൻ കനാൽ ഇങ്ങനെ ലെങ്ത് വൈസ് പോകുന്നതായിട്ട് കാണാം. പിന്നെ ചില ഹാവർഷ്യൻ കനാൽസ് തമ്മിൽ അക്രോസ് കണക്ട് ചെയ്യും, അതാണ് ഫോക്മാൻസ് കനാൽ. ഈ ഹാവർഷ്യൻ കനാലിൻ്റെ അകത്ത് നമുക്ക് ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ പോകുന്നതായിട്ട് കാണാം. ഇവിടെ നോക്കാം, ഇത് LS ആണ്, ഈ വ്യൂ LS ആണ്, ഇത് TS ആണ്. ഇവിടെ നോക്കാം, ഇതെല്ലാം ഈ സർക്കുലർ ആയിട്ട് കാണുന്നതാണ് നമ്മുടെ എന്താണ് ഓസ്റ്റിയോൺ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നത് ഓൾസോ നോൺ ആസ് ഹാവർഷ്യൻ സിസ്റ്റം. അപ്പോൾ ഈ ഹാവർഷ്യൻ സിസ്റ്റമിൽ എന്തൊക്കെയുണ്ട്? ഒരു സെൻറ്ററിൽ ഒരു ഹാവർഷ്യൻ കനാലുണ്ട്, ഇത് ഹാവർഷ്യൻ കനാലാണ്. അതിൻ്റെ ചുറ്റും നമുക്ക് കോൺസെൻട്രിക് ലാമെല്ലേ വരും, കോൺസെൻട്രിക് ലാമെല്ലേ വരും. മനസ്സിലായോ? ഇനി രണ്ട് ഹാവർഷ്യൻ കനാൽ, അതിൻ്റെ നടുവിൽ വരുന്ന ലാമെല്ലയാണ് ഇന്റർസ്റ്റീഷ്യൽ ലാമെല്ല. എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ, ഇതാ ഇവിടെ, ഇതൊരു ഇന്റർസ്റ്റീഷ്യൽ ലാമെല്ലയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദി ഹാവർഷ്യൻ കനാൽ. ഇവിടെ ഒരു ഇന്റർസ്റ്റീഷ്യൽ ലാമെല്ലയുണ്ട്, ഇവിടെ ഒരു ഇന്റർസ്റ്റീഷ്യൽ ലാമെല്ലയുണ്ട്. ഓക്കെ, ഇനി ഈ റീജിയൻ ഇവിടെയാണ് പെരിയോസ്റ്റിയം. അപ്പോൾ പെരിയോസ്റ്റിയത്തിന് ഏറ്റവും അടുത്ത് വരുന്ന ലാമെല്ലേ അതാണ് സർക്കംഫറൻഷ്യൽ ലാമെല്ലേ. മനസ്സിലായി? നമ്മൾ 3 ടൈപ്സ് ഓഫ് ലാമെല്ലേ നോക്കി. ഇതൊക്കെയാണ് കോൺസെൻട്രിക് ലാമെല്ല, അതാണ് മെയിൻ, ദാറ്റ് ഈസ് അറൗണ്ട് ദ ഹാവർഷ്യൻ കനാൽ. എന്നിട്ടോ രണ്ട് ഹാവർഷ്യൻ സിസ്റ്റത്തിന്റെ നടുവിൽ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് വരുന്നതാണ് ഇന്റർസ്റ്റീഷ്യൽ ലാമെല്ല. പിന്നെയോ പുറത്ത് നിയർ ദ പെരിയോസ്റ്റിയം, നിയർ ദ എൻഡോസ്റ്റിയം കൂടെ നമുക്ക് പറയാം. നിയർ ദ പെരിയോസ്റ്റിയം കുറച്ച് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ലാമെല്ലയാണ് സർക്കംഫറൻഷ്യൽ ലാമെല്ല. മനസ്സിലായത്? ഇവിടെ വരുന്ന കവറിങ്ങാണ് പെരിയോസ്റ്റിയം. അപ്പോൾ പെരിയോസ്റ്റിയത്തിന് അടുത്ത്, ഇതൊക്കെ പെരിയോസ്റ്റിയമാണ്, അതിനടുത്ത് വരുന്ന സർക്കംഫറൻഷ്യൽ ലാമെല്ല. അപ്പോൾ ഈ ഹാവർഷ്യൻ കനാൽ, ഇതൊരു ഹാവർഷ്യൻ കനാലാണ്. ഇവിടെ നമ്മൾ നോക്കാം, അതിനകത്ത് ഞാൻ പറഞ്ഞ ബ്ലഡ് വെസൽസ് ഉണ്ട്. അപ്പോൾ ബ്ലഡ് വെസൽസ് എന്ന് പറയുമ്പോൾ ആർട്ടറിയും വെയിൻ വരും. അപ്പോൾ ബ്ലഡ് വെസൽസ് വിതിൻ സെൻട്രൽ ഓർ ഹാവർഷ്യൻ കനാൽ. പിന്നെ ഞാൻ പറഞ്ഞു ഈ ലാമെല്ല, ഈ ലാമെല്ലയുടെ നടുവിൽ സ്പേസ് ഉണ്ട്. ആ സ്പേസസ് ആണ് ലാക്കുനെ എന്ന് പറയുന്നത്. ഇൻസൈഡ് ദ ലാക്കുനെ വി ഹാവ് ദ ഓസ്റ്റിയോസൈറ്റ്സ്. സോ ഓസ്റ്റിയോസൈറ്റ്സ് ഇൻ ലാക്കുനെ, ഇതാണ് ഓസ്റ്റിയോസൈറ്റ്സ് ഇൻസൈഡ് ദ ലാക്കുനെ. സോ രണ്ട് അഡ്ജസെന്റ് ഹാവർഷ്യൻ കനാൽസ് ആർ കണക്റ്റഡ് ബൈ ഫോക്മാൻസ് കനാൽ എന്ന് പറഞ്ഞു. അതായത് ഒരു അക്രോസ്, കണക്റ്റഡ് അക്രോസ്, അതാണ് ബ്ലഡ് വെസൽസ് വിതിൻ പെർഫറേറ്റിംഗ് ഓർ ദ ഫോക്മാൻസ് കനാൽ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതെല്ലാം എഴുതണം. ഇപ്പം LS വേറെ, TS വേറെ. LS ഇങ്ങനെയായിരിക്കും, ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനാണ്, ട്രാൻസ്ഫർ സെക്ഷനാണ് TS. കോമ്പാക്ട് ബോൺ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഇത് കോമ്പാക്ട് ബോൺ TS ആണ്, ട്രാൻസ്ഫർ സെക്ഷനാണ്. ഇത് കോമ്പാക്ട് ബോണിൻ്റെ LS ആണ് കേട്ടോ. അപ്പോൾ TS നമുക്ക് ഇതൊക്കെ ഹാവർഷ്യൻ കനാലാണിത്. അതിന് ചുറ്റും സർക്കംഫറൻഷ്യൽ ലാമെല്ല. അപ്പോൾ ഇത് മൊത്തമായിട്ടൊരു എന്താണ് ഹാവർഷ്യൻ സിസ്റ്റമാണ്. ഇത് അനദർ ഹാവർഷ്യൻ സിസ്റ്റമാണ്. ഇവിടെ ഇന്റർസ്റ്റീഷ്യൽ ലാമെല്ലയാണ്. ഇത് ഫോക്മാൻസ് കനാൽ വിച്ച് ആർ കണക്ടിങ് ദ അഡ്ജസെന്റ് ഹാവർഷ്യൻ കനാൽ.
ഇവിടെ നോക്കാം, LS നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇത് ഒരു ഹാവർഷ്യൻ കനാലാണ്, ഇത് അനദർ ഹാവർഷ്യൻ കനാലാണ്. ഈ രണ്ട് ഹാവർഷ്യൻ കനാലിനെ അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഫോക്മാൻസ് കനാൽ. ഇവിടെ കാണുന്നതെല്ലാം ഓസ്റ്റിയോസൈറ്റ്സ് ആണ്. ഓൾ ദീസ് ആർ ഓസ്റ്റിയോസൈറ്റ്സ്. സോ ഇത് TS, ഇത് ലെഫ്റ്റ് സൈഡ് ഇത് TS ആണ്. ഇവിടെ കാണുന്ന ഇതാണ് LS. ഓക്കെ, LS എന്ന് പറഞ്ഞാൽ ലോൺജിറ്റ്യൂഡിനൽ സെക്ഷൻ ഓഫ് കോമ്പാക്ട് ബോൺ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ബോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് ബോൺ, പിന്നെ നമ്മൾ ബോൺ ക്ലാസിഫൈ ചെയ്തു ബേസ്ഡ് ഓൺ ഡെവലപ്മെൻറ്റ്, ബേസ്ഡ് ഓൺ റീജിയൻ, പിന്നെ ബേസ്ഡ് ഓൺ ഷേപ്പ് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലോങ് ബോണിൻ്റെ സ്ട്രക്ചർ നോക്കി, എപ്പിഫൈസിസ്, മെറ്റാഫൈസിസ്, ഡയാഫൈസിസ്, പിന്നെ അതിൻ്റെ ബ്ലഡ് സപ്ലൈ നോക്കി, ആർട്ടറീസ്, പെരിക്കോസ്റ്റൽ ആർട്ടറി, എൻഡോസ്റ്റൽ ആർട്ടറി, മെറ്റാഫൈസൽ ആർട്ടറി, ന്യൂട്രിയൻ്റ് ആർട്ടറി ഒക്കെ നമ്മൾ നോക്കി. എന്നിട്ട് നമ്മൾ കോമ്പാക്ട് ബോൺ സ്ട്രക്ചർ നോക്കി, ഹവേഷ്യൻ സിസ്റ്റം, ഹവേഷ്യൻ കനാൽ, കോൺസെൻട്രിക് ലാമെല്ല, ഇന്റർസ്റ്റിഷ്യൽ ലാമെല്ല, പെരിഫറൽ ലാമെല്ല. പിന്നെ LS നോക്കി, ഹവേഷ്യൻ കനാൽസ് കണക്റ്റഡ് ബൈ ഫോക്മാൻസ് കനാൽ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വായിക്കാം, റിവൈസ് ചെയ്യാം, എന്നിട്ട് യു പ്രിപ്പയർ നോട്ട്സ് ബേസ്ഡ് ഓൺ മൈ എക്സ്പ്ലനേഷൻ ഹിയർ. ഓക്കെ, നിങ്ങൾ വന്നതിന് ശേഷം നമുക്ക് ബോൺസിനി നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓരോ ബോൺ ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് വിൽ ഹാവ് ഡിസ്കഷൻ, മോർ ഡിസ്കഷൻ. താങ്ക് യു വെരി മച്ച്.